പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം ഇന്ന് പകൽക്കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനിയോഗത്താൽ ആരംഭിച്ച അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ 5ാമത്തെ രാത്രി നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരുവാൻ സർവശക്തനാകുന്ന ദൈവം അവസരങ്ങളെയും സാവകാശങ്ങളെയും ഒരുക്കിയല്ലോ. നന്ദിയുള്ള ഹൃദയത്തോടെ ചില മിനിറ്റുകൾ അതരങ്ങളെ തുറന്ന് നമുക്ക് ദൈവത്തിന് ഇന്ന് രാത്രികാലം മഹത്വം കൊടുക്കാം. തങ്ങളുടെ വീഡിയോകൾ ഓണാക്കുവാൻ പറ്റുന്നവരെല്ലാം തങ്ങളുടെ വീഡിയോകൾ ഓണാക്കണം. ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കട്ടെ. നിയോഗിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ 5ാമത്തെ രാത്രി നാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് അടുത്തു വന്നിരിക്കുകയാണ്. ആമേൻ. ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കർത്താവ് വലിയ കാര്യങ്ങളെ ഈ രാത്രികാലം ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസം നമുക്കുണ്ടായ പ്രതികൂലകരമായ അനുഭവങ്ങളെ ദൈവജനം അറിയുന്നുവല്ലോ. അതുകൊണ്ട് വീഡിയോകൾ ഓണാക്കണം. സുവിശേഷ വിരോധികൾ കടന്നു വന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് ഒത്തിരി പ്രയാസങ്ങൾ സൃഷ്ടിച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എല്ലാ പ്രിയപ്പെട്ടവർ വീഡിയോകൾ ഓണാക്കി ആമേൻ ഒരുമിച്ച് കർത്താവിൻ്റെ ദാസി നമ്മുടെ നടുവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ ദാസി ശുശ്രൂഷിക്കുമ്പോൾ ഒരുമിച്ച് ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ടവർ ആമേൻ കരങ്ങളെ അടിച്ച് ആരാധനയിൽ ഇന്ന് രാത്രികാലം സംബന്ധിപ്പാൻ കർത്താവിൻ്റെ ആത്മാവിൽ ആമേൻ ആഹ്വാനം ചെയ്യുന്നതോടൊപ്പം തന്നെ ആമേൻ ഞാൻ ക്രിസ്തുവിൽ വളരെ ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ ദാസി റിനി അജി ജോർജ് കർത്താവിൻ്റെ ദാസിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഈ തലമുറയിൽ ദൈവരാജ്യത്തിന് വേണ്ടി കുടുംബമായി കർത്താവ് അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സോദരം വിവിധമാകുന്ന നിലവാരത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസിയെയും ആമേൻ തൻ്റെ കുടുംബത്തെയും ഇന്ന് രാത്രികാല രഗബോത്ത് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ സൂം പ്ലാറ്റ്ഫോമിലേക്ക് ഈ 5ാം ദിനക്കാലത്ത് ഉപവാസ പ്രാർത്ഥനയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് കർത്താവിൻ്റെ ദാസിയെ കരങ്ങളെ തട്ടിക്കൊണ്ട് ഇന്ന് രാത്രികാലത്തെ ശുശ്രൂഷകൾക്കായി നമുക്ക് സ്വാഗതം ചെയ്യാം. കർത്താവിൻ്റെ ദാസിയെ ഞങ്ങളുടെ നടുവിൽ ശുശ്രൂഷാലും കേൾക്കാമോ? കേൾക്കാം. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ആമേൻ. ഞങ്ങളെ തന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. മാഗ്നിഫൈ യുവർ നെയിം, മാസ്റ്റർ. You're worthy of all our praises, O Lord. Thank you, Jesus. 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 ആമേൻ. നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾ ഓരോരുത്തരെയും ഹല്ലേലൂയ ആമേൻ ആയി തീരുവാനിടയാക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആമേൻ. ഹല്ലേലൂയ. രക്തം ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആമേൻ. You're worthy of all our praises, O Master. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. ആമേൻ. യേശുവിൻ്റെ രക്തം ജയം, രക്തത്താൽ ജയം. Thank you, Lord. Thank you, Jesus. ആമേൻ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ നിറവാൽ ഞങ്ങൾക്ക് ഓരോരുത്തരും ആരാധിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ കർത്താവേ. മുട്ടോളമല്ല അരയോളമല്ല നീന്തൽക്കല്ലാതെ കടപ്പാൻ വയ്യാത്ത ആത്മപ്രവാഹത്തിൽ കൂടെ ദൈവം നീ ഞങ്ങളെ നടത്തണമേ കർത്താവേ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താതാവം ദൈവം നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ തന്നടി പിണരാൽ സൗഖ്യം. യഹോവ ശമ്മ സൃഷ്ടാവാം ദൈവം നിൻ വചനത്താലുളവായല്ല. യഹോവ എല്ലോ അത്യുന്നതൻ
അത്യുന്നതൻ നീ, അങ്ങേ പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം, എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിച്ച് ആമേൻ സമർപ്പണ ബോധത്തോടെ ആമേൻ നമുക്ക് എല്ലാവർക്കും ഈ പാട്ട് ഒന്നുകൂടെ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് പാടാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. Praise you, Lord. Thank you, Jesus. Thank you, Jesus. യഹോവ ഈരേ, നാഥാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ രാഫ, സൗഖ്യദായകൻ, തന്നടിപ്പിടരാൽ സൗഖ്യം. യഹോവ ശമ്മ, കൂടെയിരിക്കും, നൽകിയും ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവ എലോഹിം, സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താൽ ഉളവായെല്ലാം. യഹോവ എൽയോൻ, അത്യുന്നതൻ നീ, അങ്ങേ പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം, എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ യഹോവ ആമേൻ, അവൻ ഈരയാകുന്നു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യഹോവ ഈരെ, ഹല്ലേലൂയ. അവൻ സൃഷ്ടാവാം ദൈവം, ഹല്ലേലൂയ. നമ്മെ യഹോവ റാഫ, സൗഖ്യദായകനായ നമ്മുടെ ദൈവം, അവൻ നമ്മുടെ അടിപ്പിണരാൽ, അവൻ തൻ്റെ അണിപ്പിണരാൽ നമുക്ക് ഓരോരുത്തർക്കും സൗഖ്യം തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ആമേൻ. അവൻ യഹോവ ശമ്മയായിട്ട് ആമേൻ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഉത്തരം നൽകുന്ന ഒരു ദൈവം
ദൈവമല്ലേ. ആമേൻ. അവൻ ക്ഷമ, അവൻ കൂടെ ഉള്ളവനല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. നമ്മുടെ സൃഷ്ടാവാം ദൈവം അവൻ്റെ ആമേൻ വചനത്താൽ ആമേൻ എല്ലാം ഉളവായല്ല. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ ദൈവത്തെ പോലെ വേറെ ആരുമില്ല. ആമേൻ, ഹല്ലേലൂയ. നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് ഹല്ലേലൂയ അടുത്ത പ്രാർത്ഥനയിൽ പ്രവേശിക്കാം. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും കൈയടിച്ച് ചേർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ബലഹീനതയിൽ ആമേൻ നമുക്ക് ബലമേകുന്ന നമ്മുടെ കർത്താവ്. ആമേൻ. മരുഭൂമിയിൽ ആമേൻ നമുക്ക് തണലാകുന്ന നമ്മുടെ കർത്താവ്. ആമേൻ. ഇരുൾ പാതയിൽ ആമേൻ ആമേൻ അവൻ നമുക്ക് ഒളി നൽകുന്ന ഒരു കർത്താവ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആമേൻ. നമ്മുടെ താഴ്ചയിൽ അവൻ നമ്മളെ ഓർക്കുന്ന കർത്താവ്. ആമേൻ, ഹല്ലേലൂയ. അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കൈയടിച്ച് ചേർന്ന് പാടാം. കൃപയേറും കർത്താവിൽ എൻ വിശ്വാസം, അതിനാൽ ഹൃദയം എന്തോ നല്ല ആശ്വാസം. കൃപയേറും കർത്താവിൽ വിശ്വാസം, അതിനാൽ ഹൃദയന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാൽ മനോഹരമാ. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാൽ മനോഹരമാ. കൃപ കൃപയൊന്നെന്നാശ്രയം. ഹല്ലേലൂയ. കൃപ ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും
നമ്മളെ ഓരോരുത്തരെയും അവന്റെ വലം കയ്യിൽ നമ്മളെ കൊണ്ട് നടന്നതല്ലേ. അവൻ നമ്മളെ ചേർത്ത് പിടിച്ചില്ലേ. ആമേൻ ആമേൻ. എത്ര സ്തുതിച്ചാലും നമുക്ക് മതിയാവത്തില്ല. അന്തൽ പ്രൗഢ വൈദരാത വേദൽ കരകസ്യ അതകൽ പ്രൗഢ വൈദരാത വേദൽ കരകം. നമ്മുടെ ജീവിതത്തിൽ അനേകം പ്രതികൂലങ്ങൾ വന്നല്ലോ. ആമേൻ ഹാലേലുയ. ആമേൻ. കർത്താവ് നമ്മുടെ അനുകൂലമാണെങ്കിൽ ആമേൻ നമുക്ക് പ്രതികൂലമാണ്. God be for us, who can be against us? Hallelujah. ആമേൻ ആമേൻ. നമ്മുടെ ദൈവം ആമേൻ ഹാലേലുയ ഒരു തെറ്റും ചെയ്യാതെ ആമേൻ നമ്മുടെ ആമേൻ പാപമോചനത്തിനായിട്ട് ഹാലേലുയ ആമേൻ തന്റെ ജീവനെ ആമേൻ നമുക്ക് വേണ്ടി ഹാലേലുയ കൊടുത്തതല്ലേ. ഹാലേലുയ. ആ സ്നേഹത്തെ ആമേൻ എത്ര വർണ്ണിച്ചാലും മതിയാവത്തില്ല. അന്തൽ പ്രൗഢമൈഡരാത വേദൽ കരകസ്യ അടകമാന ദീപൽ പ്രൗഢമൈഡരാത വേദൽ കരകം അംശാരത വൈദൽ കരകസ്യ അന്തൽ പ്രൗഢവേദൽ കരകം ദീവരവൗഡലാദി അംശാരത വൈദൽ കരകം അടകൽ പ്രൗഢവേദൽ കരകസ്യ ദീവരവൗഡലാദി വേദനാദല റിഖവബ ചൂടാദര വൈദൽ കരകം അസ്തൽ പ്രൗഢവേദൽ കരകസ്യ ദീവരവൗഡലാദി വേദനാദല റിഖവബ ചൂടാദര വൈദൽ കരകം അസ്തൽ പ്രൗഢലാദി വേദനാദല അന്തൽ പ്രൗഢവേദൽ കരകസ്യ. ആമേൻ. ഞങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ കയ്യിലേൽപ്പിക്കുന്ന കർത്താവേ ആമേൻ ഹാലേലുയ. നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾ ഓരോരുത്തരുമായി തീരുവാനിടയാക്കണമേ കർത്താവേ. ആമേൻ. മുമ്പോട്ടുള്ള ശുശ്രൂഷകളെല്ലാം ദൈവം നിന്റെ കയ്യിലേൽപ്പിക്കുന്ന കർത്താവേ. ആമേൻ. ദൈവദാസി ദൈവവചനങ്ങൾ സംസാരിക്കുമ്പോൾ ആമേൻ സംസാരിക്കുന്ന ദൈവദാസിക്കും ആമേൻ ഹാലേലുയ ശ്രവിക്കുന്ന എല്ലാവർക്കും ഹാലേലുയ അതൊരുപോലെ അനുഗ്രഹമായി തീരുവാനിടയാക്കണമേ കർത്താവേ. ആമേൻ ഹാലേലുയ. ഞങ്ങളെ ഓരോരുത്തരെയും പിന്നെ നിന്റെ കയ്യിലേൽപ്പിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്. കരങ്ങളെ ഉയർത്തി കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ഇന്ന് രാത്രി ശക്തമായി ഞങ്ങളുടെ നടുവിൽ ശുശ്രൂഷ കർത്താവിന്റെ ദാസി റിനി അജി ജോർജിനോടുള്ള പ്രത്യേകമാകുന്ന നന്ദിയും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് ഒത്തിരി മാനിക്കട്ടെ. ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ കൂട്ടായ്മയ്ക്കും സ്നേഹത്തിനും കർത്താവ് ഒത്തിരി മാനിക്കട്ടെ. കർത്താവിൻ്റെ ദാസിയെ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് സന്തോഷമുണ്ട്. പ്രൈസ് ദ ലോർഡ്. വലിയൊരു ആത്മീയ സാന്നിധ്യത്തിൻ്റെ അകത്താണ് നാം ആയിരിക്കുന്നത്. വലിയ പ്രത്യാശ നിർഭയമാകുന്ന അനുഭവതലത്തിന്മേൽ ഉപവാസത്തിൻ്റെ 5ാമത്തെ രാത്രിയിലേക്ക് നമ്മളെ പരിശുദ്ധാത്മാവ് കൂട്ടിവരത്തി. പ്രതികൂലത്തിൻ്റെ സാഹചര്യങ്ങൾ കഴിഞ്ഞ ദിനങ്ങളിൽ നമുക്കെതിരെ ആഞ്ഞടിച്ചെങ്കിലും അവിടെയെല്ലാം ദൈവം തുണനിന്നു. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ഒരിക്കൽ സോദരൻ പൗലോസ് റോമിലേക്ക് കടന്നു പോവുകയാണ്. റോമിലേക്ക് കടന്നു പോകുന്ന വഴിക്ക് ആ പൗലോസിനും കൂടെയുള്ള 276 പേർക്കും ഉണ്ടായ പ്രതികൂലം വലിയതാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. പൗലോസിന്റെ പടകിന് നേരെ അല്ലെങ്കിൽ അവർ സഞ്ചരിക്കുന്ന പടകിന് നേരെ അവരെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് സോദരം കാറ്റുകൾ പ്രതികൂലമായി കടന്നു വന്നു. നീണ്ട 14 ദിവസമായി സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണുവാൻ കഴിയാതെ വണ്ണം, ദിശ ഏതെന്നറിയാതെ വണ്ണം പ്രതികൂലങ്ങൾ കടന്നു വന്നു. അവിടെ പൗലോസ് എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: രക്ഷപ്പെടുമെന്നുള്ള ആഗ്രഹം പോലും നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം പറഞ്ഞാട്ടെ. ശക്തനായി പ്രാർത്ഥിക്കുന്ന, ശക്തനായി പ്രസംഗിക്കുന്ന, 3ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ആത്മാവിൽ ദൈവീയ മർമ്മങ്ങളെ എഴുതിയ പുതിയ നിയമ സഭയെ 14 ലേഖനങ്ങളാൽ ഉറപ്പിച്ച് അപ്പോസ്തലൻ പറയുകയാണ്, രക്ഷപ്പെടുമെന്നുള്ള ആശ പോലും നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ പ്രതികൂലം എന്തിനാന്ന് 14ാമത്തെ രാത്രി സർവശക്തനാകുന്ന ദൈവം അവർ പാർത്തിരുന്ന കപ്പലിന്റെ അകത്തിറങ്ങി വന്നിട്ട് പൗലോസിനോട് പറയുക, പൗലോസ്
പൗലോസെ നീ ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ റോമിലെത്തിക്കും. സ്തോത്രം പറഞ്ഞാട്ടെ. നിന്നെ ഞാൻ എവിടെ എത്തിക്കും? റോമിലെത്തിക്കും. ഇപ്പോൾ ഉണ്ടായ പ്രതികൂലം എവിടെ നിന്നാണെന്നറിയാവോ? ആമേ സ്തോത്രം. നീ മെലീത്ത വഴി ഒന്ന് കടന്നു പോകണം. കാരണം എന്താണെന്നറിയാവോ? മെലീത്തയ്ക്കകത്ത് വ്യാപരിക്കുന്ന ചില പൈശാചികമാകുന്ന ആധിപത്യങ്ങളെ തകർത്ത് കളയത്തക്ക നിലവാരത്തിൽ മെലീത്തിയുടെ മണ്ണിന്റെ അകത്ത് നിനക്ക് വേണ്ടി ഒരു മിനിസ്ട്രി ഉണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. ചുമ്മാ പിശാശ് പോരാടത്തില്ല. നിങ്ങളോട് പോരാടുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ എവിടെയൊക്കെയോ സാത്താനിയ കോട്ടകൾക്ക് ഭീഷണിയായി എന്ന് അവന് ബോധ്യമായത് കൊണ്ടാണ് അവൻ നിങ്ങളോട് പോരാടുന്നത്. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്. എന്താ തെളിവ്? ആമേൻ. ഒരിക്കൽ സ്കേബ പുരോഹിതന്മാരുടെ മക്കൾ ആമേൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ആമേൻ സോദരം. പിശാശിനെ ആമേൻ ശാസിച്ചപ്പോൾ, ഭൂതത്തെ ശാസിച്ചപ്പോൾ അവരോട് ആമേൻ ദുരാത്മാവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെയും ഞങ്ങൾക്ക് പരിചയമുണ്ട്. ആമേൻ നിങ്ങൾ ആരാന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ അവന്റെ നാടിന്, അവന്റെ രാജ്യത്തിന്, അവന്റെ കോട്ടയ്ക്ക് ഭീഷണിയാകാത്തവരെ അവൻ അറിയത്തില്ല. പൗലോസിനെ അറിയാം, യേശു കർത്താവിനെ അറിയാം. ഇന്ന് പകൽക്കാലം നിങ്ങൾ അസാധാരണമാകുന്ന പ്രതികൂലങ്ങൾ കൂടി, പ്രതിസന്ധികൾ കൂടി വേദനപ്പെട്ട് നിരാശപ്പെട്ട് മുന്നോട്ട് ഗമിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ അവസാനമല്ല, മറ്റൊന്നിന്റെയും തുടക്കമാണ്. നാളുകളായി ആധിപത്യം പുലർത്തുന്ന ചില അന്ധകാര മേഖലകൾക്ക് നടുവിൽ, പൈശാചികമാകുന്ന ആധിപത്യങ്ങൾക്ക് നടുവിൽ ദൈവം എന്തോ ഒരു വലിയൊരു ജയം നിങ്ങൾക്ക് നൽകിത്തരാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കർത്താവിന് ഇന്ന് പകൽക്കാലം കരങ്ങളെ തട്ടി ആമേൻ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഉപവാസ പ്രാർത്ഥന ദൈവനിയോഗത്താൽ ആരംഭിച്ചു. ആമേൻ. ജൂൺ മാസം നമ്മൾ 40 ദിനക്കാലം ദൈവസന്നിധിയിലിരുന്നു. അതിനുശേഷം 21 ഇരുന്നു. ആമേൻ സ്വരം. ഡിസംബർ മാസമായപ്പോൾ പരിശുദ്ധാത്മാവ് തരുന്നു 21 ദിനക്കാലം ആമേൻ ഉപവാസം ഇരിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ഉപവാസത്തിന്റെ 1-ാം ദിനക്കാലം ജാതീയമാകുന്ന മേഖലകൾക്കകത്തുനിന്ന് ഈ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് കയറി ഒത്തിരി പ്രതിസന്ധികൾ നമുക്കെതിരെ ആമേൻ ഉരുവാക്കി. അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? നമ്മളെ ഏതൊക്കെയോ ജയത്തിലേക്ക് കർത്താവ് നയിക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ കർത്താവിനൊന്ന് മഹത്വം കൊടുത്ത് ആമേൻ ആമേൻ ജയത്തിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കപ്പെടാൻ പോകുക. ഒത്തിരി ഭീഷണിയുടെ വാക്കുകൾ ആമേൻ സോദരം വാട്സപ്പ് ഒക്കെ ഹാക്ക് ചെയ്യുന്ന അനുഭവ തലങ്ങൾ, ഒത്തിരി പ്രയാസങ്ങൾ നേരിട്ടെങ്കിലും അതിന്റെ നടുവിലും പൗലോസിനെ ബലപ്പെടുത്തിയ ഒരു ദൈവം ഇന്ന് രാത്രികാല രഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയോട് കൂടെ ഈ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ആ ദൈവം നമ്മുടെ നടുവിലുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ചില മിനിറ്റുകൾ അന്യഭാഷകൾ മേൽ പ്രാർത്ഥിച്ചാട്ട് ഇതിനെതിരെ വ്യാപരിക്കുന്ന എല്ലാ അന്ധകാരത്തിന്റെ ഉറവിടങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ശാസിക്കട്ടെ. എല്ലാ ജാതീയമാകുന്ന പോരുകളെ കർത്താവ് ഇന്ന് രാത്രികാലം ഉടച്ചു കളയട്ടെ. ആമേൻ. ജാതികൾ കലയിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നത് യഹോവയ്ക്കും അവന്റെ അഭിഷക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ അധിപതികൾ കൂടിയാലോചന കഴിക്കുന്ന എന്ത് എന്ന് ദാവീദ് പ്രാർത്ഥിച്ചെങ്കിൽ ആമേൻ ആദിമീയ അപ്പോസ്തലന്മാർക്ക് സഭയ്ക്കെതിരെ കടന്നു വന്ന പ്രതികൂലങ്ങൾക്ക് നടുവിൽ ആമേൻ ആമേൻ അപ്പോസ്തലന്മാർ ഒരുമിച്ച് ഇങ്ങനെ ഇതേ വാക്യം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരെ മേൽ ഇറങ്ങി വന്ന് അവരെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ അന്ത്യകാല ഉണർവിന് വേണ്ടി കണ്ടിരിക്കുന്ന അഭിഷക്തന്മാരെ നിങ്ങളിലൂടെ ഇന്ന് പകൽക്കാലം ആമേൻ വെളിപ്പെടാത്ത എന്തൊക്കെയോ വലിയ ദൈവപ്രവർത്തികൾ ഈ തലമുറയ്ക്കകത്ത് ചെയ്തെടുക്കുവാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ടെന്ന് ആത്മാവ് ഇന്ന് പകൽക്കാലം ദൂത് കൈമാറുമ്പോൾ വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ചുകൊണ്ട് ദൈവത്തിന് ഇന്ന് രാത്രികാലം ഒരുമിച്ച് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് രാത്രികാലം വിശ്വസിക്കുക. ആമേൻ. നീ തോറ്റുപോകത്തില്ല, നീ പരാജയപ്പെട്ടു പോകത്തില്ല, ആമേൻ. നീ തകർന്നു പോകത്തില്ല. നിന്റെ കപ്പലിന് നേരെ ആഞ്ഞടിക്കുന്ന ചില പ്രതികൂലങ്ങൾ ഉണ്ടല്ലോ. ആമേൻ ആമേൻ. ദൈവീയ വാക്തത്വങ്ങൾക്ക് വിരോധമായി ചലിക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ ഉണ്ടല്ലോ. ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിൽ ദൂത് കൈമാറാ. മെലീത്തയ്ക്കകത്തളത്തിൽ വ്യാപരിക്കുന്ന ചിലതിനെ കൊടഞ്ഞു കളയുവാൻ, ചില രോഗമായി കയറി വന്ന തലമുറകൾക്കെതിരെ കയറി വന്ന അവരെ ജോലിക്കെതിരെ അവൻ അവരെ ആരോഗ്യത്തിനെതിരെ നന്മകൾക്കെതിരെ കയറി വന്ന ചിലതിനെ കൊടഞ്ഞു കളയുന്ന രാത്രിയായി ഇന്ന് രാത്രികാലം മാറട്ടെ. നിന്റെ ഉറക്കത്തെ കെടുത്തുന്ന നിന്റെ ആത്മീയ വഴികൾക്ക് വിരോധമായി ആമേൻ ചിലതിനെ നിനക്ക് പ്രതികൂലമാക്കി മാറ്റുന്ന, ചിലത് നിനക്ക് വിരോധമായി എഴുന്നേൽപ്പിക്കുന്ന, നിന്റെ സാമ്പത്തിക മേഖലകൾക്ക് വിരോധമായി, നിന്റെ ആരോഗ്യത്തിന് വിരോധമായി, ആയുസ്സിന് വിരോധമായി എഴുന്നേൽക്കുന്ന ചില പൈശാചികമാകുന്ന ആധിപത്യങ്ങളെ തകർത്തെറിയുന്ന ഒരു അസാധാരണമാകുന്ന അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം ഇതിന്റെ അകത്ത് വെളിപ്പെടുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇന്ന് രാത്രികാലത്തെ ശുശ്രൂഷ ഏറ്റവും ധന്യകരമായി തീരട്ടെ. കർത്താവിന്റെ ദാസി അതിശക്തമായി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ. ഇന്ന് രാത്രികാലത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി 2 പേർ പ്രാർത്ഥനയിൽ ആമേൻ നമ്മളെ സഹായിച്ചാട്ടെ. കർത്താവിന്റെ ദാസി ജിൻസി ആന്റിയും അതിനുശേഷമായി കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ തോമസ് കുട്ടി അങ്കിളും പ്രാർത്ഥനയിൽ ആമേൻ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയ്ക്കായി സ്വാഗതം ചെയ്യുന്നു.
ആൻറ്റി ഒന്ന് ഓണാക്കിയാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജിൻസി ആൻറ്റി ഒന്ന് ഓണാക്കിയാട്ടെ, മ്യൂട്ട് ഓണാക്കിയാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം വാഴ്ത്തകൾ യേശുവിന് വാക്കുമാറാത്തനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ലതെങ്കിലേതുമായ നല്ല രാത്രി കാലം കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 5-ാം ദിനകാലം ഹല്ലേലൂയ. അടികളൊന്നിച്ച് കർത്താവേ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കർത്താവേ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ വിവിധ ടൈം സോണുകളായി കർത്താവെ ആയിരിക്കുന്ന ഞങ്ങളെ കർത്താവിന്റെ കരത്തിലേക്ക് ഓരോരുത്തരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്ന ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിലേറിയ അനുഗ്രഹം വിടുതലുമായിരിക്കാൻ സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവിനെ. പറയപ്പെട്ട ഓരോ വിഷയങ്ങളെ കർത്താവ് നിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്ന അവങ്കിലേക്ക് നോക്കിയ പ്രകാശിത അവരുടെ മുഖമോ രചിച്ചു പോലുമില്ല. ദൈവ ദിവസങ്ങളെ കർത്താവ് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം മറുപടി കണ്ട് എഴുന്നേൽപ്പാതാക്കവണ്ണം ദൈവം ഞങ്ങളെ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്ന പ്രിയ അഭിഷേകത്തിന്റെ കുടുംബത്തെ നിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവേറിയ നന്മകളാ നിറച്ചാട്ട കർത്താവെ കൃപകളാ നിറച്ചാട്ട കർത്താവിന്റെ കൃപയിലോട് പൊതിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ ശുശ്രൂഷ മേഖലകളെയും കർത്താവ് നിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ കൂട്ടായി കർത്താവെ ഹല്ലേലൂയ. കൂടെ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളും നിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന കർത്താവെ സുനിയാദിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൃപയിൽ അവിടുന്ന് പൊതിയണമേ. അടികൾക്ക് ഓരോരുത്തർക്കും കർത്താവെ ഹല്ലേലൂയ ദൈവം വേണ്ടുന്ന കർത്താവെ ഹല്ലേലൂയ വചന കർത്താവെ നൽകി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപയെ സാന്നിധ്യം കൊണ്ട് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമേ ഓരോ വിഷയങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. വേഗം വിദേശ അധികാരങ്ങളെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. റഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രി ക്രമീകരിച്ച ഉപവാസ പ്രാർത്ഥനയുടെ 5-ാം ദിവസം രാത്രിയിലും വരുവാൻ എൻ്റെ ദൈവം അവിടുന്ന് അനുവദിച്ചതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഈ മിനിസ്ട്രി ഇത്രത്തോളം വിജയകരമായി വരുവാൻ ദൈവം സഹായിച്ചല്ലോ. ഈ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവെ, പ്രിയ അനി ബേബി പാസ്റ്ററെ, പ്രിയ അനിൽ ജോർജ് പാസ്റ്ററെ, എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ ശുശ്രൂഷയെ ദൈവം ആദരിക്കണമേ, മാനിക്കണമേ. ചെറിയ ആരംഭത്തെ തുച്ഛീകരിക്കാത്ത കർത്താവ് ഇന്ന് വരെ കൊണ്ടുവന്നല്ലോ. അനിൽ ജോർജ് ഛത്തീസ്ഗഡിലുള്ള യാത്രയിലായിരിക്കുന്നു. അവിടെ ശക്തമായ ദൂത് അറിയിപ്പാൻ, ശക്തമായ ശുശ്രൂഷ ചെയ്യുവാൻ നിന്റെ ദാസനെ അഭിഷേകം ചെയ്ത് ശക്തീകരിക്കണമേ. അനി ബേബി പാസ്റ്റർ ഓരോ ദിവസവും അവിടുന്ന് ബലപ്പെടുത്തുകയും സഹായിക്കുകയും മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുവാൻ ഒക്കെ അവിടുന്ന് ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ദൈവ വിളിയുള്ളവന് വെല്ലുവിളികളും അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ള പരമാർത്ഥം ഗ്രഹിച്ചുകൊണ്ട് കർത്താവെ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യ ദിവസങ്ങളൊക്കെ നേരിട്ട ആ കർത്താവെ, ആ വെല്ലുവിളിയിൽ നിന്ന്, ആ പ്രതിസന്ധിയിൽ നിന്ന്, പ്രശ്നത്തിൽ നിന്നെല്ലാം കർത്താവ് വിടുതൽ തന്ന് ഇന്നോളം കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നല്ലോ. അപ്പച്ച, ദൈവസഭയെ തകർക്കുവാൻ ആദ്യമ കാലം മുതലേ ശത്രുവായവൻ കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിൽ ഇന്നും ഹല്ലേലൂയ തിരുവചനം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും അനേകരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്നും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നുള്ള പരമാർത്ഥം തിരിച്ചറിഞ്ഞുകൊണ്ട് വിജയത്തോടെ മുന്നേറുവാൻ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ആകിയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും എന്നൊക്കെ തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓർപ്പിച്ചുണർത്തുന്ന വാഗ്ദത്തം കർത്താവെ ഓരോ ദിവസവും അന്വർത്ഥമാക്കിക്കൊണ്ട് ജയത്തോടെ മുന്നേറുവാൻ ദൈവകൃപ വ്യാപരിക്കേണ്ടതിനായിട്ടും അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഗാനത്തിലൂടെ കേട്ടതുപോലെ വൈരികൾ വന്നാലും എതിരുയർന്നാലും ദൈവകൃപയിൽ ആശ്രയിച്ചു പോകുവാൻ എന്റെ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. മീറ്റിംഗിന്റെ ആരംഭവും ഇതുവരെയും ദൈവസാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ഇടയായല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ റിനിയജിയെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ദാസിയെ ശക്തമായിട്ട് പിന്നെയും ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. ഏതെല്ലാം വേദികളിൽ അങ്ങയുടെ വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു അവിടെയെല്ലാം ആത്മാവിൽ നിറഞ്ഞ് ഗാനങ്ങൾ ആലപിച്ച് പാടി സന്തോഷിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ ഇടയാക്കണനായിട്ട് പ്രാർത്ഥിക്കുന്നു. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ
എല്ലാ വാത്സല്യ സഹോദരി സഹോദരന്മാരെ അടിയൻ തൃക്കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. സഹായിക്കണമേ കർത്താവേ. അടിയന് മുൻപായി പ്രാർത്ഥിച്ച സഹോദരിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ. ഓരോ ദിവസവും നടത്തണമേ. വിവിധ സ്ഥലങ്ങളിലിരുന്ന്, വിവിധ ഭവനങ്ങളിലിരുന്ന്, വിവിധ ടൈം സോണുകളിലൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിൽ അടുത്തു വന്ന് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്താൻ ഇടയായില്ല. ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് ഞങ്ങൾ വായിക്കുന്ന പോലെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം ഞങ്ങൾ ഇരിക്കുന്ന ഭവനങ്ങളിൽ നിന്ന് ഉയരുവാൻ, അനുഗ്രഹിക്കപ്പെട്ടതിൽ ഏകാഗ്ര ഹൃദയത്തോടെ പാടി ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ അത്തര ഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിച്ചുകൊണ്ട് മീറ്റിംഗിൽ സംബന്ധിപ്പാൻ ഇടയാക്കണമേ. വചനം സൂക്ഷിക്കുന്ന നിയോഗിക്കപ്പെട്ട കർത്തൃദാസ സിസ്റ്റർ സുലൂനെ അവിടെ തൃക്കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ശക്തമായിട്ട് ഉപയോഗിക്കണമേ ദൈവമേ. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ ദൈവജനത്തിന് വിഭാഗിച്ചു നൽകുവാൻ, കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു നൽകുവാൻ ദൈവകൃപ കൂടെ ഇരുന്ന് സഹായിക്കണമേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഞങ്ങൾ വായിക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ദാസിയെ കരങ്ങളെടുത്ത് പ്രയോജനപ്പെടുത്തണമേ. ഞങ്ങൾക്ക് കർത്താവ് ഇത് സാക്ഷാൽ തിരുവചനമായിട്ട് ഏറ്റെടുക്കുവാൻ, ഞങ്ങളുടെ സുഖ സൗകര്യത്തിനനുസരിച്ച് വചനത്തെ വളച്ചൊടിക്കുവാൻ അനുവാദമില്ലല്ലോ അപ്പച്ച. ഈ വചനത്തോട് കൂട്ടാനോ കുറയ്ക്കുവാനോ ഞങ്ങളെ അനുവദിച്ചിട്ടില്ല. ഇത് ഉള്ളതുപോലെ ഏറ്റെടുത്ത് കർത്താവെ, ഞങ്ങൾ മാനസാന്തരം വരേണ്ട മേഖലകളിൽ മാനസാന്തരം ഉണ്ടാകുവാൻ, മടങ്ങി വരേണ്ട മേഖലകളിൽ മടങ്ങി വരുവാൻ, സ്വർഗീയ നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയെടുക്കുവാൻ, മുഖാന്തരമായി തീരുവാൻ, എല്ലാ നിലയിലും വചന ശുശ്രൂഷ ദൈവം അവിടുന്ന് അനുഗ്രഹിക്കാൻ ശക്തമായിട്ട് നിന്റെ ദാസി ഉപയോഗിക്കുകയും ചെയ്യണമേ. ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു. ഒരു നാളിൽ ഞങ്ങളുടെ പ്രാണപ്രിയന്റെ മുഖം കണ്ട് ഞങ്ങൾ ആരാധിക്കും. അതിനുവേണ്ടി ഒരുക്കത്തോടെ, ദിനംതോറും വിശുദ്ധിയോടെ, ഭയത്തോടെ, ഭക്തിയോടെ, തിരുവചനത്തിനനുസരിച്ച് മാത്രം മുന്നേറുവാൻ ദൈവകൃപ വ്യാപരിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ മീറ്റിങ്ങിനെ കയ്യേറ്റ് നടത്തണമേ. എല്ലാ മാനവ, എല്ലാ മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. ആമേൻ, 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 ആമേൻ. പ്രാർത്ഥനയിൽ നമ്മളെ സഹായിച്ച കർത്താവിന്റെ ദാസിയോടും കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദിയെ ഇത്തരണത്തെ രേഖപ്പെടുത്തുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. തങ്ങളുടെ വീഡിയോകൾ ഓണാക്കുവാൻ പറ്റുന്നവരെല്ലാം തങ്ങളുടെ വീഡിയോകൾ ഓണാക്കിയാട്ടെ. ഇന്ന് രാത്രി നാം ഒരുമിച്ച് ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കുവാൻ പോകുന്നു. ഷൗമേൽ പറഞ്ഞതുപോലെ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. നിങ്ങൾ അങ്ങനെ ഒരു മനോഭാവത്തോടെ, പ്രാർത്ഥനയോടെ ഇന്ന് രാത്രികാലമായിരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വലിയ പ്രവൃത്തികളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ചെയ്തെടുക്കുവാനായിട്ടിടയായിത്തീരും. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. രഗബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട 21 ദിനകാല ഉപവാസ പ്രാർത്ഥനയുടെ 5ാമത്തെ രാത്രി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ ഞങ്ങളുടെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി അങ്കിൾ, അതോടൊപ്പം തന്നെ ജിൻസി ആൻറ്റി, ഉഷ ആൻറ്റി, സൂസൻ ഐസക്ക്, ആമേൻ, ഗ്രേസി ആൻറ്റി, വത്സമ്മ ജോൺ, സുനിത ഉണ്ണി, ജിഷ ആൻറ്റി, അതോടൊപ്പം തന്നെ റിജോ തോമസ്, സാറാമ്മ, ഷൈനി രവി, അതോടൊപ്പം തന്നെ ദീപ്തി അഖിൽ, അതോടൊപ്പം തന്നെ ലിറ്റിൽ സുരേഷ്, സാറാമ്മ ഡേവിഡ്, റിനി ആൻറ്റി, ഡോളി തമ്പി, അതോടൊപ്പം തന്നെ മറ്റ് വീഡിയോകൾ ഓണാക്കാത്ത എല്ലാവർക്കും കർത്താവിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ അനിൽ ജോർജ് പാസ്റ്റർ ഛത്തീസ്ഗഡിലേക്കുള്ള യാത്രയിലായിരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ആമേൻ പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. കർത്താവ് വരുവാൻ താമസം കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ദൈവീയ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങളെ തന്നല്ലോ. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് ദൈവം നമ്മളെ സൂക്ഷിക്കുന്നത്. എത്ര ദൈവീയമാകുന്ന ആമേൻ പരിപാലനത്തിൻ്റെ അകത്താണ് ദൈവം നമ്മളെ മറച്ചത്. നമ്മളായിരിക്കുന്ന ദേശത്ത്, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കളായിരിക്കുന്ന സ്ഥാനത്ത് അവിടെയെല്ലാം ദൈവത്തിൻ്റെ വലിയ സൂക്ഷിപ്പിൻ്റെ അകത്ത് മറച്ചുവല്ലോ. നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് രാത്രികാലം നമുക്ക് അടുത്തു വരുമ്പോൾ കർത്താവിൽ പ്രസിദ്ധരാകുന്ന ഈ തലമുറയിൽ കർത്താവിനാൽ അതിശക്തമായി ഉപയോഗിക്കുന്ന വിശേഷാൽ ഞാൻ ക്രിസ്തുവിലേറെ ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ ദാസി സുലു ശങ്കർ തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി കർത്താവിൻ്റെ ദാസിയെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മിനിസ്ട്രിക്ക് ആമേൻ വലിയ അനുഗ്രഹമാണ്. ആമേൻ വളരെ വെത്തപ്പാടുകൾ സഹിച്ചാണ് ആമേൻ തൻ്റെ ദാസി ഈ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇതിൻ്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി വന്ദനം അറിയിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസിയെ തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി കരങ്ങളെ തട്ടിക്കൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. കർത്താവിൻ്റെ ദാസി സുനിത ഉണ്ണി, കർത്താവിൻ്റെ ദാസി ഒന്ന് ശ്രദ്ധിക്കുക. വചനം വായിക്കുവാനായിട്ട് ഇന്ന് രാത്രി വായിച്ച് സഹായിക്കണമെന്നും ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസി സുലു ശങ്കർ, കർത്താവിൻ്റെ ദാസിയെ ആമേൻ കരങ്ങളെ തട്ടിക്കൊണ്ട് ഇന്ന് രാത്രി കാലത്തെ ശുശ്രൂഷകൾക്കായി നമുക്ക് സ്വാഗതം ചെയ്യാം. കർത്താവിൻ്റെ ദാസിയെ ഞങ്ങളുടെ നടുവിൽ ശുശ്രൂഷാലും.
Praise the Lord. എന്റെ ശബ്ദം കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കടന്നു വരാൻ ദൈവം സഹായിച്ച വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാവർക്കും ഉപവാസ പ്രാർത്ഥനയുടെ 5-ാമത്തെ ദിവസം ഹല്ലേലൂയ കടന്ന് വിവിധമായ ടൈം സോണിലായിരിക്കുന്നതുകൊണ്ട് നാം വിവിധമായ സെക്ഷനിലാണ് നാം ആയിരിക്കുന്നത്. എങ്കിലും കർത്താവ് വിശ്വസ്തനാണ് നമ്മെ ഇത്രത്തോളം നിർത്തിയിരിക്കുന്നത്. ആ ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷമുള്ള മുഖത്തേക്ക് കാണാൻ ദൈവം കൃപ തന്നു. എനിക്ക് മുൻപേയായി വർഷിപ്പ് ചെയ്ത കർത്തന്റെ ദാസി സിസ്റ്റർ റിനിയാജി ആമേൻ കല്ലിലെ കർത്താന്റെ ദാസിക്കും ഈ ക്ഷണത്തിൽ ഹല്ലേലൂയ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താന്റെ ദാസൻ പാസ്റ്റർ അനി ബേബി പാസ്റ്റർ, അനിൽ ജോർജ് പാസ്റ്റർ, എന്നെ എന്നെ അറിയുന്ന പലരും ഇതിനകത്തിന് എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മാക്സിമം നിങ്ങളുടെ എല്ലാ വീഡിയോസ് ഓൺ ആക്കുമെങ്കിൽ ആമേൻ ഇനി ഈ വർഷം ഒരു ഉപവാസ പ്രാർത്ഥന 7 ദിവസമില്ല. നമുക്ക് വീണ്ടും ഹല്ലേലൂയ അല്ലെങ്കിൽ ഒരു 5 ദിവസം 5-ാമത്തെ ദിവസമൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. എങ്കിലും 2024 യെസ് എല്ലാവരും അവരുടെ വീഡിയോസ് ഓൺ ആക്കുമെങ്കിൽ ഏറ്റവും നല്ല അനുഗ്രഹിക്കപ്പെടുന്നതായിരിക്കും. നമ്മൾ തമ്മിൽ കാണുന്നത് തന്നെ വലിയ വിടുതലാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ തമ്മിൽ കാണുന്നതാണ് ഏറ്റവും വലിയ വിടുതൽ. ഹല്ലേലൂയ. ആമേൻ. വിവിധമായ ടൈം സോണിലാണെങ്കിലും നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നതും ബലത്തോടെ ഇരിക്കുന്നതൊക്കെയും നാം സന്തോഷത്തോടെ ചിരിച്ചിരിക്കുന്നതൊക്കെ ദൈവത്തിന്റെ വലിയൊരു മഹത്വം. ഞാനും ഒരു Zoom മീറ്റിംഗ് നടത്തുന്നതാണ്. എല്ലാവരും ഒരു വ്യക്തിയെ പോലും ആമേൻ അങ്ങനെ കല്ലിലെ വീഡിയോ ഓഫ് ആക്കി ഇരുത്തത്തില്ല. എന്തെങ്കിലും ഒരു ജെന്യൂൻ റീസൺസ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാത്തിനെയും ആമേൻ ഓൺ ആക്കിയിരുത്തുക. കാരണം തമ്മിൽ കാണുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം, നമ്മുടെ ഐക്യത. ആമേൻ. വേറൊരു കാര്യം, നമ്മൾ ഒരേ സൂമിനകത്ത് നമ്മുടെ വീട്ടിനകത്ത് ഇത്രയും പേര് വരുന്നത് ഒത്തിരി സന്തോഷമുള്ളവരാണ്. എത്ര പേര് സന്തോഷമുള്ളവരാണ്? എന്റെ വീട്ടിൽ ഇന്ന് 36 പേര് വന്നിട്ടുണ്ടെന്ന് വിശ്വാസമുള്ളവരൊക്കെ കരങ്ങളെ അടിച്ച് ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഒരു ചെലവും ഇല്ലാതാണ് നമ്മൾ ഇത്രയും പേര് വന്നത്. വിവിധമായി ഫ്ലൈറ്റ് പിടിച്ചും വിവിധമായി യാത്രകളൊക്കെ ചെയ്തിട്ടാണ് വന്നെങ്കിലും നാം ഒന്ന് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി 36 പേര് എന്റെ വീട്ടിൽ വന്ന് വിടുതൽ പ്രാപിക്കുകയാണ്. എത്ര പേര് വിശ്വാസത്തോട് പറയുന്നു? ഹല്ലേലൂയ. ആമേൻ. ഇതിനകത്ത് ആമേൻ ഞാൻ പറയുന്നു ഹല്ലേലൂയ. എന്റെ ഇപ്പം 3 ഡിവൈസ് ആണ് ഇതിനകത്ത് ഓപ്പൺ. അപ്പൊ ഈ 3 ഡിവൈസിനകത്ത് 36 പേര് കയറിയിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസൻ അനിൽ ജോർജ് പാസ്റ്റർ യാത്രയിലായിരിക്കുന്നെങ്കിൽ തന്നോട് കൂടെ 36 പേരുണ്ട്. ആമേൻ. എത്ര പേര് സന്തോഷമുള്ളവരാണ്? ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷൻ. ഹല്ലേലൂയ. കഴിഞ്ഞ നീണ്ട ദിവസങ്ങളിലൊക്കെയും കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ ദാസനും ദാസിയൊക്കെയും ഉപവാസത്തോട് കർത്താവിന്റെ ദാസന് 21 പൂർണ്ണമായി ഇരിക്കുവാൻ തക്കണ്ടതാണ് ദാസനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇതൊക്കെ ഇരിക്കുന്നത് തന്നെ നമുക്കൊക്കെ ദൈവസ്ഥാനം ഇരിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. അവൻ വലിയൊരു ഭാഗ്യമാണ്. നീണ്ടിരിക്കുന്നതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, വാഗ്ദത്തം നമ്മിൽ മേൽ നിറയും. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. 36 ഡിവൈസുകൾ ആമേൻ. ഹല്ലേലൂയ വിടുതൽ പ്രാപിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് ഹല്ലേലൂയ ആമേൻ സന്തോഷമുള്ളവരായിരിക്കും. കർത്താവേ, ഞാൻ വെറുതെ വന്നതല്ല, ഞാൻ വെറുതെ പോകാൻ വന്നതല്ല, ഞാൻ ചിലത് പ്രാപിച്ചിട്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന അടുത്ത മാസം ആകട്ടെ എന്നല്ല. ഇനി ഒരു അടുത്ത മാസമില്ല. 2024 ആമേൻ ഇതേ ഒരു മാസം ചില ദിവസങ്ങൾ മാത്രമേ നമ്മെ ആമേൻ വിട്ടുപോകാനുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, 2024 നീ പ്രാപിക്കുന്ന അഭിഷേകം ഇന്ന് ഇന്ന് രാത്രി ദൈവാത്മാ ഞാൻ പറയട്ടെ, അത് 2024 തന്നെ പ്രാപിച്ചേ പോകാവുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 2025 പുതിയ ആമേൻ അനുഭവങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതാണ് ചിലപ്പോ ഒക്കെ നമ്മളൊക്കെ 2025 കഴിഞ്ഞ വർഷവും കേട്ടതാ. അങ്ങനെ ഒരിക്കലും പറയാനല്ല, പുതിയതൊന്ന് കാണാൻ പോകുന്നു. ഹല്ലേലൂയ. വേഗം ഞാൻ സമയങ്ങൾ കൂടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ. ലൂക്കോസിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെ വാക്യങ്ങളാണ്. ആമേനെങ്കിൽ ഹല്ലേലൂയ പ്രാരംഭ വാക്യങ്ങൾ എന്നെ വായിച്ച് സഹായിക്കണം. ഹല്ലേലൂയ. ആമേൻ. ആരാണ് വായിക്കുന്നത്? അവർക്ക് ഹല്ലേലൂയ മ്യൂട്ട് ഓൺ ആക്കി കൊടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറുകിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാൽ അവൻ മുന്നോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നവനോട് പറഞ്ഞു. മതി, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നിങ്ങളുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. മനോഹരമായ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വചനം അങ്ങയുടെയാണ്, ജനം അങ്ങയുടെ, എളിവുകൾ അങ്ങയുടെയാണ്. ദാസി ഹല്ലേലൂയ
അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഓരോ കുടുംബത്തിന്മേൽ അവരേത് വിഷയത്തിൽ ഉപവാസത്തോടായിരിക്കുന്ന വ്യക്തിജീവിതങ്ങൾ വേർതിരിച്ചിരിക്കുന്ന വിഷയങ്ങൾക്കായി സ്തോത്രം. സകലത്തിന്മേലും ദൈവത്തിന്റെ നീതി വെളിപ്പെട്ട് കർത്താവെ ഹല്ലേലൂയ എന്റെ അടുത്ത് കർത്താവ് വന്ന് ആമേൻ ഹല്ലേലൂയ എന്നോട് പറയുവാൻ തക്കവണ്ണം എന്റെ സ്വർഗം ഇന്ന് രാത്രി ജനത്തോട് ഇടപെടാൻ പോകുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, ഒരു കൂട്ടത്തിനോടല്ല ഓരോ വ്യക്തിജീവിതങ്ങളും ഇന്ന് രാത്രി വചനം ഹല്ലേലൂയ യേശു കടന്നു സഖ്യൂസിനോട് ഇടപെട്ടതെങ്കിൽ അപ്രകാരം എന്നോട് ഇന്ന് രാത്രി ഇടപെടാൻ പോകുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. മനുഷ്യ ശബ്ദങ്ങളല്ല, ദൈവിക ശബ്ദങ്ങൾ ഞങ്ങൾ കേൾക്കുവാനും അനുഭവിക്കുവാൻ ദൈവകൃപ സകല മഹത്വം അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം, യാചന കേൾക്കണം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം സക്കായിയുടെ ക്വാളിറ്റീസ് ആണ് ആദ്യം തന്നെ പറഞ്ഞത്. നീളത്തിൽ കുറഞ്ഞ ആണ്, ചിലപ്പോൾ യോഗ്യതയില്ല, നമ്മുടെ ഇതിനകത്ത് നിൽക്കുന്നവരൊക്കെയും ഒന്നിനും കൊള്ളാത്തവരാണെന്നൊക്കെ നമ്മളൊക്കെ ചിന്തിക്കുന്നവരാണ്. നമുക്ക് പതിയെ ഒന്ന് പോകാം. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ ഒന്ന് ക്വാളിറ്റീസ് ഒന്ന് പറയാം. പ്രാർത്ഥിച്ചാൽ എന്റെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കത്തില്ല, കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചാലേ കേൾക്കത്തുള്ളൂ. ആമേൻ. രണ്ടാമത് പറയുന്നത് ഹല്ലേലൂയ, നമ്മള് സൗന്ദര്യമില്ല, ആരോഗ്യമില്ല, ശ്രേഷ്ഠനെന്ന് എണ്ണത്തില്ല, പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിലും നമ്മെ കവിഞ്ഞ് വേറെ ആരും ശ്രേഷ്ഠനല്ലെന്ന് നാം വിട്ടുകൊടുക്കത്തുമില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊക്കെ ജോലി സ്ഥലത്തൊക്കെ നിൽക്കുമ്പോൾ നമ്മളെ കവിഞ്ഞ് വേറെ ഒറ്റ മനുഷ്യന് കഴിവില്ല. വീട്ടിലെ ജോലിയിലെ അമ്മമാരൊക്കെ പറയുമ്പോ ഞാൻ ഉണ്ടാക്കുന്ന കറിയെ പോലെ വേറെ മറ്റുള്ളവര് ഉണ്ടാക്കത്തില്ല. ആമേൻ. ഞാൻ തയ്ച്ചിടുന്ന തുണിയെ പോലെ അല്ലേ. അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ച് ഒരു ക്വാളിറ്റീസ് നമ്മുടെ മൈൻഡ് സെറ്റിലുണ്ട്. അതേപോലെ തന്നെ ആമേൻ നമ്മെ കുറിച്ച് പക്ഷെ ആവശ്യമുള്ള കാര്യത്തിനൊന്നും നമ്മളെ കുറിച്ച് നല്ല ക്വാളിറ്റീസ് ഇല്ലാതാനും. ആമേൻ. ഇന്ന് രാത്രി ഞാൻ ഒന്ന് പറഞ്ഞു, നീ നിന്നെ കുറിച്ച് നല്ലതെന്ന് നീ തിരിച്ചറിയുമ്പോഴാണ് ദൈവം നിന്നിൽ കൂടെ പ്രവർത്തിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ നമ്മുടെ ഒക്കെ അടുത്ത് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ പറയുന്നത്? പറ്റത്തില്ലെന്ന്, നമ്മളെ കൊണ്ടൊന്നും പ്രാർത്ഥിച്ച് കിട്ടാനൊന്നും പോകുന്നില്ല, വേറെ ഹല്ലേലൂയ. ഇന്ന് രാത്രി നിനക്കൊരു ഉറപ്പില്ലെങ്കിൽ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഞാൻ ചിലതിനോട് പറയട്ടെ, നിന്റെ നാവിൽ ഒരു അധികാരം വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ 5-ാമത്തെ ദിവസം ആമേൻ, ഡിസംബർ 5-ാമത്തെ ഹല്ലേലൂയ ആമേൻ 2024 നീ പ്രാപിച്ച കൃപകൾ അല്ലെങ്കിൽ നീ പ്രാപിച്ച അഭിഷേകം അല്ലെങ്കിൽ നീ പ്രാപിച്ച വാഗ്ദത്തങ്ങൾ ഇന്ന് രാത്രി നീ പ്രാപിക്കുമെന്ന് നിനക്കൊരു ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവ് ഞാൻ പറയട്ടെ, ആമേൻ, 24 നീ ക്രോസ് ചെയ്യുന്നതിന് മുന്നമേ നിന്റെ വാഗ്ദത്തങ്ങൾക്ക് അടയാളം വെളിപ്പെടാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിനക്കൊരു ഉറപ്പ് വേണം. ഇന്ന് രാത്രി സക്കായിയെ കുറിച്ച് നല്ല ഭാഗവും ഉണ്ട്, ആമേൻ, ഹല്ലേലൂയ, നെഗറ്റീവ്സും ഉണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ആമേൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന നല്ല ഭാഗത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് ഉറപ്പ്, ആമേൻ, നാം ശുശ്രൂഷയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പ് തന്നെ ഇനി നിങ്ങൾ പ്രഖ്യാപിച്ചിട്ട് മുൻ സ്റ്റെപ്പിലോട്ട് പോകണം. ഹല്ലേലൂയ. അടുത്ത ദിവസം പ്രഖ്യാപിക്കാനല്ല, ഇന്ന് രാത്രി നീ പ്രഖ്യാപിച്ചാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നീ കരം വെക്കാൻ പോകുന്ന, കാലുകൾ വെക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി ഹല്ലേലൂയ ഈ 2024 പരിശുദ്ധാത്മാവ് ചിലതിനോട് ആമേൻ വചനത്തോട് തന്നെ വചനം എടുക്കുന്നേ ദൈവാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. നടക്കത്തില്ലെന്ന് പറഞ്ഞ ചില വിഷയങ്ങളെ ഇന്ന് രാത്രി തൊടുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നടക്കത്തില്ലെന്ന് വിധി എഴുതുന്നവരുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് രാത്രി അതിനെ തൊടാൻ പോകുന്നു. പക്ഷെ അതിനു മുൻപേയായി നീ നിന്നെ തന്നെ ഒന്ന് പറയാൻ പോവാണ്, എന്നെ കൊണ്ട് സാധ്യമാകും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നെ കൊണ്ട് സാധ്യമാകും. ഇന്ന് രാത്രി എത്ര പേർ അതിനോട് ദൂതിനെ ഏറ്റെടുക്കാൻ തയ്യാറാണ്? ഹല്ലേലൂയ. ആമേൻ. നിന്റെ കാമൻ ക്വാളിറ്റീസ് അല്ല ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടത്. നിന്റെ കാമൻ കഴിവുകളല്ല ഇന്ന് ഈ രാത്രി ഉപവാസ പ്രാർത്ഥനയ്ക്ക്. നിങ്ങൾ പ്രാരംഭത്തിൽ ദൂതിനെ ഏറ്റെടുക്കുന്നവർ നിങ്ങൾ ആരാധിച്ചോണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അടുത്തിരിക്കുന്ന ഞാൻ പറഞ്ഞതുപോലെ ഈ 2024 ഇനി ഒരു ആരാധന റഹോബത്ത് മിനിസ്ട്രിയിൽ ആമേൻ 7 ദിവസം ഉപവാസ പ്രാർത്ഥന ലഭിക്കാനില്ല. ഇന്ന് രാത്രി നീ പ്രാപിക്കേണ്ടത് പ്രാപിച്ചോണം. ഇന്ന് രാത്രി നീ ആരാധിക്കേണ്ടത് ആരാധിച്ചോണം. ഇന്ന് രാത്രി നീ ഏറ്റുപറയേണ്ടത് ഏറ്റുപറയണം. ഇന്ന് രാത്രി നീ ഹല്ലേലൂയ ആമേൻ നീ നിന്നെ തന്നെ ഹല്ലേലൂയ വിഷയത്തെ നീ പ്രഖ്യാപിക്കേണ്ട, പ്രോക്ലെയിം ചെയ്യേണ്ടത് ഇന്ന് രാത്രി നീ പ്രോക്ലെയിം ചെയ്യാൻ പോകണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ നീ ആരെന്ന് തിരിച്ചറിയണം. നിന്റെ നീളം ഉണ്ടോന്നല്ല ഞാൻ ചോദിക്കുന്നത്, നിനക്ക് കഴിവുണ്ടോന്നല്ല ഇന്ന് രാത്രി ചോദിക്കുന്നത്, നിന്നെ കൊണ്ട് എത്ര മഹത്വമായ കാര്യങ്ങൾ നിന്നെ കൊണ്ട് ചെയ്തെടുക്കാമെന്നല്ല ഞാൻ നിന്നോട് ചോദിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ അടുത്ത് നീ യേശുവിന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ വിഷയത്തിൽ മേൽ മറുപടി തരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മുന്നിലാണ് ഇന്ന് രാത്രി നീ ഇരിക്കുന്നെന്ന് നിനക്ക് ഉത്ബോധം വേണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു യെരിഹോ ആമേൻ ഹല്ലേലൂയ ആമേൻ അതിൽ കൂടെ നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ആമേൻ അതിനകത്ത് ആമേൻ 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 സക്കായി എന്ന് പറയുമ്പോൾ ഒരു ടാക്സ് കളക്ടർ ആയിരുന്നു. ആമേൻ ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ ഒരു ചെറിയൊരു തെറ്റ് ചെയ്താലും നമുക്കൊന്ന് പിടിച്ചോണം, കർത്താവ് എവിടെയെങ്കിലും പിടിക്കുമെന്ന്. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ഉൾഭയമുള്ളവരുടെ ഹല്ലേലൂയ ദൈവസന്നിധി ആമേൻ ഉപവാസം എടുക്കുന്നവര്, പ്രാർത്ഥിക്കുന്നവര് ആമേൻ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറയുമ്പോൾ സ്വർഗവും ആമേൻ 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 ഭൂമി നിൽക്കുന്ന ഭൂമിയും നിനക്ക് സാക്ഷിയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ഏറ്റെടുക്കുന്ന വിഷയം അത് ഉറപ്പോട് നീ പറയണം. ഹല്ലേലൂയ. എത്ര കഠിനമാണെങ്കിലും അതിനെ ഏറ്റെടുക്കേണ്ട ഡ്യൂട്ടി നിന്നിൽ മേലാണ്. നീ എടുക്കുന്ന തീരുമാനം ഉറപ്പിച്ചോണം. ഇന്ന് രാത്രി ആത്മാവ് ഞാൻ ഹല്ലേലൂയ അവൻ അടുത്തുള്ള അവൻ വായിക്കുമ്പോൾ അവൻ അവിടാണ് പറയുന്നത് അവൻ അവൻ ജനക്കൂട്ട് അല്ലെങ്കിൽ ക്രൗഡ് മുഖാന്തരം യേശുവിനെ കാണാൻ പറ്റിയില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ അവസ്ഥ തന്നെയാ. സൂമിൽ ഒത്തിരി പേരുള്ളതുകൊണ്ട് ഈ ദേവദാസൻ എവിടൊക്കെയാ പ്രാർത്ഥിക്കേണ്ടത് എനിക്കറിയില്ല. ആമേൻ. എവിടൊക്കെയാണ് ആമേൻ ഞങ്ങളെ ഒന്നും ശ്രദ്ധിച്ചു കാണത്തില്ല, ഞങ്ങളെ ഒന്നും കണ്ടു കാണത്തില്ല. ഹല്ലേലൂയ. ഞങ്ങളെ ഒന്നും ശ്രദ്ധിച്ചില്ല. ഇത്രയും പേരുണ്ടെങ്കിൽ ഇത്രയും പേരെ വിവേചിക്കാനൊന്നും സമയം കിട്ടിയില്ല. അവൻ 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 ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെയൊക്കെ അവസ്ഥ ഇങ്ങനല്ലേ, 39 പേരുണ്ട്. അത് എത്ര പേരെ ആ പുള്ളിക്കാരി വന്ന് ആമേൻ വിവേചിക്കേണ്ടത്? ഇന്ന് രാത്രി നീ ഉറപ്പ് നിന്റെ ഹൃദയത്തിലുണ്ട്. 39 പേരിനകത്തല്ല നിന്റെ ഹല്ലേലൂയ വിടുതൽ കിടക്കുന്നത്. നിന്റെ വിടുതൽ നിന്റെ അടുത്താണ് കിടക്കുന്നത്. ഇന്ന് രാത്രി ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ഉറപ്പാണ് ഹല്ലേലൂയ നിന്റെ അടുത്ത് ചില വിടുതൽ കിടക്കുമ്പോൾ ആമേൻ ആമേൻ ഈ ക്രൗഡിനെ നോക്കി അല്ല നീ അതിനെ ആമേൻ വില കൊടുക്കേണ്ടത്. ഇന്ന് രാത്രി ഹല്ലേലൂയ എത്ര വലിയ സമൂഹമുണ്ടെങ്കിൽ, എത്ര നിന്നെ ഉറപ്പ് ഇന്ന് രാത്രി വെളിപ്പെടുന്നെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ ആഗ്രഹം അകത്തളത്തിൽ കിടക്കുന്നെങ്കിൽ എന്റെ യേശുവിനെ എനിക്ക് കാണുവാനുണ്ട്. എന്റെ യേശു എന്നെ ഒന്ന് കാണണം, എന്റെ അവസ്ഥകളെ ഒന്ന് അറിയണം, എന്റെ ഹൃദയങ്ങളെ ഒന്ന് അറിയണം, എന്റെ ഉൾഭാരങ്ങളെ അറിയണം, എന്നെ ഉള്ളതുപോലെ അറിയണം എങ്കിൽ തീരുമാനിക്കുന്ന വ്യക്തി ജീവിതമേ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയട്ടെ, നിന്നെ കാണുവാൻ ഇന്ന് ഹല്ലേലൂയ എന്റെ യേശു വന്നിട്ടുണ്ട്. ആമേൻ. എത്ര കൂട്ടമാണെങ്കിലും വിവിധമായ ടൈം സോണിലായിരിക്കുന്ന വ്യക്തി ജീവിതമേ ആമേൻ. കാലാവസ്ഥ എത്ര പ്രതികൂലമാണെങ്കിലും നീ നിന്നെയും എന്നെ കൂട്ടിമുട്ടിച്ച ദൈവത്തിന്റെ ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യത്തിന് പരിശുദ്ധ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി ഇന്ന് ഉറപ്പിച്ചോ. ഇന്ന് രാത്രി ഹല്ലേലൂയ സാധാരണ അഭിഷേകത്തോട് ഞാൻ മുന്നേറാനല്ല, ഇന്ന് രാത്രി ഞാൻ ചിലതിനെ കുടഞ്ഞെറിയുന്ന ഒരു അഭിഷേകം ആമേൻ നിന്നെ പറ്റിച്ചേർന്ന് നിൽക്കുന്ന, നിന്നെ ചുറ്റും നിൽക്കുന്ന ചിലതിനെ കുടഞ്ഞെറിയുവാൻ, നിന്റെ സാഹചര്യങ്ങൾ, നിന്റെ ഹല്ലേലൂയ നീ കടന്നു പോകുന്ന ചില ശോധനകൾ അത് നിന്നെ ഒതുക്കി കെട്ടിയതെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയും ചിലതിനെ കൊടയുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? യെസ് സൂസൻ ഐസക് നാളുകളായി നടക്കത്തില്ല. യെസ് തോമസ് കുട്ടി അവൻ നടക്കത്തില്ല, അവൻ കഴിവില്ല. പക്ഷെ ഇന്ന് രാത്രി ദൈവം നിനക്കൊരു അധികാരം ചെന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ചൂത് കൈമാറട്ടെ. അധികാരം സാധാരണമല്ല. സഖായിയെ നിന്റെ ഹല്ലേലൂയ കഴിവിനെ നോക്കിയല്ല, പക്ഷെ ഹല്ലേലൂയ അവൻ എന്ത് ചെയ്തു? അവന് തിടുക്കമുണ്ടായിരുന്നു. എന്താണ് തിടുക്കം? വേഗം ആമേൻ ഹല്ലേലൂയ ഒരു അത്തിയുടെ മരത്തിൽ കയറിയിരുന്നു. ആമേൻ. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? നമുക്കിവിടെ ഹല്ലേലൂയ പലപ്പോഴും ഒക്കെ പറയും അടുത്തുള്ള പ്രാർത്ഥനയ്ക്കൊന്നും പോയാലൊന്നും കിട്ടാനൊന്നും പോകാൻ പോകുന്നില്ല. എപ്പോഴെപ്പോഴും സൂമിൽ കയറുമ്പോ എത്ര ദൂത് കേട്ടെന്നാ. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, പല ദൈവദാസന്മാരും പല അഭിഷക്തന്മാരും ആമീൻ അവരുടെ വെളിപ്പാടും കാഴ്ചപ്പാടും വ്യത്യസ്തമാണ്. ഇന്ന് രാത്രി നിന്റെ ചില വിടുതലിൽ ഏത് സമയത്താണെന്ന് അറിയില്ല. ചിലപ്പോ നീ ഹല്ലേലൂയ കൂട്ടത്തിന്റെ മധ്യത്തിൽ നിന്ന് നിനക്ക് വിടുതൽ കാണുന്നില്ലെങ്കിൽ അത്തിയുടെ മണ്ടയ്ക്കിൽ നിന്ന് ആമീൻ അത്തിയുടെ കയറി നിന്നാലും അവിടെ ഹല്ലേലൂയ എന്നെ കാണത്തില്ലെന്ന് പറഞ്ഞ് അവൻ കയറിയിരുന്നെങ്കിൽ ഇന്ന് രാത്രി ചില ഹൃദയങ്ങളെ ഇന്ന് രാത്രി എന്റെ സ്വർഗം കാണുന്നു. ഇന്ന് രാത്രി ചിലതിനെ ഇറക്കി വരാൻ പോകുന്നു. ആമേൻ ആമേൻ. നിന്റെ വിഷയത്തെ നോക്കി നീ ഹല്ലേലൂയ എത്ര ഉയരത്തിൽ വെച്ചാലും ആരും കാണത്തില്ലെന്ന് പറഞ്ഞ് വെച്ചാല് ഇന്ന് രാത്രി ചില ഹൃദയങ്ങളെ ഇന്ന് രാത്രി ചോടുന്ന രാത്രിയാണ്. യെസ്
Urabala Hadaragadana, Rikamana Shataragadana, Juda Hadaragadana, Hamdana, Riganam, Ribala, Balabala, Shandana, Niratri Yatrabera, the Dud in Etredekano, Niratri Yatrabera, Hallelujah, a Vidal Samarpikanda Yarada, in the Ratri Barishutalman and Kaimarate, Amen, Hallelujah, we are at the Lilkana Chalavishanga in the Ratu Todanatriana, Amen, Hallelujah, Vegan Eshu Kadana Janatavarano, Sakaye, Nitari Rangiva, in the Ratu Ninoda Kude. ഞാൻ അത്താഴത്തിന് കടന്നു വരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ഹല്ലേലൂയ അപ്പോൾ കൈ ഓർക്കുന്നത് എന്റെ കർത്താവ് എന്നെ ഇത്രയും കണ്ടോ. ഇന്ന് രാത്രി പലപ്പോഴും ഞാൻ ഒന്ന് പറയട്ടെ, എന്റെ യേശു നിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കുവാണ്. നിന്റെ ചലനങ്ങൾ അറിഞ്ഞോണ്ടിരിക്കുവാണ്. പക്ഷെ നിന്റെ നിലവിളി എത്രത്തോളമാണ്. കാണുന്നില്ലെന്ന് പറഞ്ഞ വഴി തിരിച്ചുവിടുന്നത് പോലല്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ആത്മാവിൽ വ്യക്തമായി പറയുന്നു, ചില ആളിൽ മുടങ്ങിക്കിടക്കുന്ന ചില വിഷയങ്ങൾ, ആർക്കും അറിയാത്ത ചില വിഷയങ്ങൾ ഇന്ന് രാത്രി തൊടുന്ന രാത്രിയാണ്. വിട്ടുപോയി കിടക്കുന്ന ചില വിഷയങ്ങൾ ഇനി ചലിക്കുകയില്ലെന്ന് പറയുന്ന ചില വിഷയത്തിൽ മേൽ വിട്ടുകൊടുത്തിരിക്കുന്ന ചില വിഷയത്തിൽ മേൽ ഇന്ന് രാത്രി ആത്മാവ് വ്യക്തമായി പറയുന്നു, അതിനെ തൊടാൻ പോകുന്നു. യെസ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി റിജോ തോമസ് പരിശുദ്ധമ്മ പറയുന്നു, പലപ്പോഴും പ്രാർത്ഥിച്ചു, മറുപടി കിട്ടാത്ത പല വിഷയങ്ങളുണ്ട്. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദൂത് കൈമാറട്ടെ. ആ വിഷയത്തെ ഇന്ന് രാത്രി തൊടുന്ന രാത്രിയാണെന്ന് ആത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. Puramana Hadaragadan Handana, Rigalabala Juramana, Astanamdana, Riganam Jivala Shandana, Adaragadana Rikamana, Amen in the Ratri, Hallelujah, Adilmet Chalik in the Ratriana, in the Ratri, Hallelujah, Arod Parayatachala, Vertane could a Kadabagana, Priya Dasane, Parishutalma, Nindo Vecta, my Barendo, Nindo Barga Vata Penal, of the never Tiga Nataleka, Ren by Tiro Tinala, Tira than a Buname, Ni, Adilmel, Karamek, and the Vasanal, added to the ആത്മാവിനോട് വ്യക്തമായി ദൂത് കൈമാറുന്നു. Rabala Hadaragadana, Rikamana, Shamdana, Rigana, Juda, Ragandana, Adaragadana, Rikamana, Hadaragadana, Palashodane could a Kadanaboya Vectiana, Amen, Hallelujah, Palapur in the Udagal Ket, Pratikun on Dengela, Samengal, Hallelujah, Palapur in the Rasha Pratikum, Adisha Tioda, and Almarum Hagatil, Nirasha Panachalamekale, Kagata Varisuda Mareno, Nan Urapikan Bogano, Nan Urapich and Adayala Sakidamai, Nan Kumendi, Marabeditana, Yende Mahatamaya. കരം നീട്ടാൻ പോകുന്നെന്ന് പരിശുദ്ധമ വ്യക്തമായി ദൂത് കൈമാറുന്നു. ഒരു സാധാരണ വ്യക്തിത്വമല്ല നിന്നോട് ദൂത് പറഞ്ഞത്. ആമേൻ, ഹല്ലേലൂയ. എത്ര പുരുഷാരമുണ്ടെങ്കിൽ അതിന്റെ മധ്യത്തിൽ എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. എനിക്ക് നിന്നെ കൊണ്ട് അനേകരെ വിടുവിക്കുവാൻ ആവശ്യമുണ്ട്. എനിക്ക് നിന്നെ കൊണ്ട് ദൈവിക മഹത്വം വെളിപ്പെടുവാൻ ആവശ്യമുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, Hallelujah. Amen. Udamana Hadaragadana. ചില മേഖലയ്ക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ട് ഞാൻ മാനിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ലെന്ന് ആത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. റിമാല ഹദരഗദന അതരഗദ അനേകരുടെ മധ്യ സാക്ഷിയെ നിൽക്കാൻ പോകുന്നു. നിന്ദിച്ചവരുടെ മധ്യൽ നടക്കത്തില്ലെന്ന് പറഞ്ഞവരുടെ മധ്യൽ സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇതൊക്കെ ഹാലലുയ സാരമില്ലെന്ന് പറഞ്ഞവരുടെ മധ്യത്തന്നെ എനിക്ക് നിന്നെ ഉയർത്തി മാനിക. നിന്റെ തലയൊന്ന് ഉയർത്താൻ പദ്ധതിയുണ്ട്. നിന്റെ തലയൊന്ന് ഉയർത്തുവാൻ പദ്ധതിയുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ജോ ഹല്ലേലൂയ. വെയിറ്റിംഗ് ലിസ്റ്റ് ആയി കിടക്കുന്ന ചില വിഷയങ്ങളെ ഇന്ന് രാത്രി ദൈവം ചൂടുന്ന രാത്രിയാണ്. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തതയോട് പറയുന്നു, ഞാൻ നിന്നെ സാക്ഷിയായി നിർത്താൻ പോകുന്നു. ആമേൻ. ഞാൻ നിനക്ക് വേണ്ടി സാക്ഷിയായി ചില മേഖലക്കകത്ത് നിർത്താൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. ഉറപ്പിച്ചു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് അതിനെ സ്വീകരിക്കാൻ തയ്യാറാണ്? യെസ്, ദിപ്തിയാക്കിൽ നീ സ്വീകരിച്ചു ഇന്ന് രാത്രി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. മനുഷ്യൻ എഴുതുന്ന രേഖകളല്ല, അല്ലെങ്കിൽ പുരുഷാര മുഖാന്തരം എനിക്ക് യേശുവിനെ കാണാൻ പറ്റിയില്ലെന്ന് പലപ്പോഴും നിന്റെ ജീവിതത്തിൽ നടന്നില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ആത്മാവ് പറയുന്നു, ഇല്ല, ഇല്ല. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. തടഞ്ഞു നിന്ന ചില വിഷയങ്ങളെ ദൈവം ഒഴുക്കി വിടാൻ പോകുന്നു. നാളെ തടയാൻ മാത്രമേ നിനക്ക് വിരോധമായി ചലിക്കുന്നവർക്ക് പറ്റുകയുള്ളൂ. പക്ഷെ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയട്ടെ, അവൻ തടയുന്നവരുടെ മധ്യയിൽ നിന്നെ ഉയർത്താൻ പോകുന്നു.
Rakamana Hadaragadana Rikamana Rikamana Hadaragadana Ribala Hastana Hadaragadana Ribala Baushandana Satigada Allah Tachalamega Kagata. Amen. Hallelujah. Amen. Kanda Amen. Yeshu vidile kuda kadanu പോകുന്നു. അല്ലെങ്കിൽ യേശു നമ്മളൊക്കെ പുതിയ നിയമത്തിൽ പല വ്യക്തി ജീവിതങ്ങളെ കണ്ടു. ആമേൻ. യേശു കടന്നു പോകുന്ന കണ്ട് അറിഞ്ഞും കേട്ടും വരുന്ന പല വ്യക്തി ജീവിതങ്ങളുണ്ട്. യേശു കടന്നു ചെന്നപ്പോഴൊക്കെ വിടുതൽ സംഭവിച്ചതുണ്ട്. ആമേൻ. പക്ഷെ ഉറപ്പുണ്ടായിരിക്കണം. നിനക്ക് ഉറപ്പ് വേണം. ഒരു വ്യക്തിയെ കണ്ടാലോ ആ വ്യക്തിയെ സാന്നിധ്യം അനുഭവിച്ചാലോ എന്റെ ജീവിതത്തിൽ വിടുതലുണ്ട്. ഹല്ലേലൂയ. നാം വെറുതെ കണ്ട് ആമേൻ കേൾക്കുവാൻ ഹല്ലേലൂയ മുൻവിധിയോട് വരുവാനുള്ളവരല്ല. ഇന്ന് രാത്രി നിന്റെ ആത്മാവേ നീ ദൈവത്തോടൊന്ന് ചോദിക്ക്, കർത്താവേ എനിക്ക് ആത്മാർത്ഥമായി എന്റെ ദൈവത്തോടൊന്ന് അറിയണം. ഹല്ലേലൂയ. എന്നും ആമേൻ വിധിച്ചിരിക്കുന്നവർ വിധിച്ചിരിക്കത്തേ ഉള്ളൂ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് കൈമാറട്ടെ. എനിക്ക് നിന്നെ കുറിച്ച് ദൈവിക നിയോഗമുണ്ടെന്ന് ആത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ വലിപ്പത്തിലല്ല ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്. നിന്റെ കഴിവിലല്ല ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്. ആമേൻ. പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ ആമേൻ സകല സാധ്യതകൾ അസ്തമിച്ചുമ്പോൾ രാജു ജോൺ എന്ന് പറഞ്ഞ ഡിവൈസിനകത്ത് നിൽക്കുന്ന ഹല്ലേലൂയ ആമേൻ ബ്ലൂ ടീഷർട്ട് ഇടുന്ന പ്രിയ വ്യക്തിയോട് പരിശുദ്ധാത്മാവ് പറയുന്നു ആമേൻ ആമേൻ ദൈവാത്മാവ് പറയുന്നു ചില ബ്ലോക്ക് ആയിരിക്കുന്ന ചില വിഷയങ്ങൾ, നാളുകളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ, ഒരു പുതിയ അത്ഭുതങ്ങൾ, ഒരു പുതിയൊരു ടേണിംഗ് പോയിന്റ് ദൈവാത്മാവ് ഹല്ലേലൂയ തരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. പലവട്ടം ഹല്ലേലൂയ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന്. പക്ഷെ പരിശുദ്ധമ ഇവിടം വരെ നിർത്തിയെങ്കിൽ എന്റെ കൃപയാണെന്ന് പരിശുദ്ധമ വ്യക്തമായി ദൂത് കൈമാറുന്നു. ഈ ദിവസം നീ വെളിപ്പാടിൽ കാണാൻ പോകുന്നു ചില വിഷയങ്ങൾ. അവന്റെ ചുറ്റും നിൽക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾക്ക് ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ ദൈവം നിന്നെ വെളിപ്പെടുത്തുമെന്ന് അഭിഷക്തനെ ദൈവാത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. നീ ചില വെളിപ്പാടിൽ കൂടെ കാണും. യഹോവയായ ദൈവം നിന്നോട് ഇടപെടുമെന്ന് പരിശുദ്ധം പറയുന്നു. ഈ ദിവസങ്ങൾ ഒരു ഹല്ലേലൂയ നാളുകളായി ഹല്ലേലൂയ എന്ത് സംഭവിക്കും, എന്നോട് എന്തുകൊണ്ട് ഇടപെടുന്നില്ല. പക്ഷേ നാമൻ ദൈവം പറയുന്നു കർത്താവേ ദാസനെ നീ നിന്റെ വിഷയത്തിൽ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് നാളുകൾ കേട്ട ദൂതിന്റെ ചലനത്തിലേക്ക് കാഴ്ചൂട്ടുകൾ വെക്കുമെന്ന് ആത്മാവ് നിന്നോട് വ്യക്തമായി ദൂത് കൈമാറുന്നു. ഇന്ന് മുതൽ പ്രാർത്ഥനയുടെ ലെവൽ മാറാൻ പോകുന്നു. അവൻ ചിന്തകളുടെ ലെവൽ മാറാൻ പോകുന്നു. നിന്റെ കൺട്രോളിൽ മേലല്ല അഭിഷക്തനെ പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ ലെവൽ മാറ്റി നീ പലരോട് ദൂത് കൈമാറാൻ പോകുന്നു. ആമേൻ. എനിക്കറിയില്ല ശുശ്രൂഷയിൽ നിൽക്കുന്ന വ്യക്തിയാണോന്ന്, പക്ഷെ ദൈവാത്മാവ് പറയുന്നു ഒരു വ്യക്തി മുന്നിൽ നിൽക്കുന്ന വ്യക്തി ആമേൻ പരിശുദ്ധാത്മാവ് പറയുന്നു ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ വിവേചിച്ച് അവരോടുള്ള ദൈവിക ആലോചനകൾ കൈമാറുവാൻ ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ ആമേൻ. എന്തുള്ളോന്ന് പറയുവാൻ തക്കവണ്ണം മുടങ്ങി നിൽക്കുന്ന ചില യാത്രകളെ ദൈവം തുറക്കാൻ പോകുന്നു. മുടങ്ങി നിൽക്കുന്ന ആമേൻ ആമേൻ അത് ജീവിതയാത്രയായിരിക്കും. ശരീരത്തിൽ മേലുള്ള ആമേൻ ചില വിഷയങ്ങളായിരിക്കും. സാമ്പത്തിക മണ്ഡലങ്ങളുള്ള യാത്രകളായിരിക്കും. ഏത് യാത്രയെന്നല്ല ഇന്ന് രാത്രി ഹല്ലേലൂയ മുടങ്ങിക്കിടക്കുന്ന ചില അൺബാലൻസ്ഡ് ആയി കിടക്കുന്ന ബ്ലോക്കായി കിടക്കുന്ന അതിനകത്തൊരു ഫ്ലോ വെളിപ്പെടുമെന്ന് പരിശുദ്ധമാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. ഇതുവരെ ബ്ലോക്കായി കിടക്കുന്ന ചില മേഖലക്കകത്ത് പരിശുദ്ധമായ അധികാര സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് നിയോഗത്തോട് ആമേൻ ആലോചനകൾ കൈമാറുവാൻ കർത്തദാസനെ ഹല്ലേലൂയ ദൈവം ഉപയോഗത്തോട് ജ്ഞാനത്തോടെ പുറപ്പെടുത്തുമെന്ന് ആത്മാവ് പറയുന്നു. പക്ഷെ പരിശുദ്ധമ പറയുന്നു ആമേൻ സക്കായിയെ നീ ഇറങ്ങി വാ. ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് ഹല്ലേലൂയ ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, ഇന്ന് രാത്രി ചില ഹല്ലേലൂയ നമ്മോട് ഇടപെട്ട ചില വിഷയത്തിൽ മേൽ ഇന്ന് രാത്രി പരിശുദ്ധമ ഇടപെടാൻ പോകുന്നു വ്യക്തമായി. അവൻ വെറുതെ കണ്ട സ്വപ്നങ്ങൾ കണ്ടു മാറിപ്പോയവരല്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരു തുടക്കം കുറിക്കാൻ പോകുന്നു കേട്ട തോമസ് കുട്ടി. അവൻ ഇന്ന് രാത്രി ദൈവം അനേകരെ അവൻ രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം എന്റെ ദൈവത്തിന്റെ പദ്ധതിയുണ്ടെന്ന് ആത്മാ പറയുന്നു. ഹല്ലേലൂയ. വലിയ കഴിവുണ്ടോന്ന് എനിക്കറിയില്ല, സംസാരിക്കാൻ കഴിവുണ്ടോന്ന് അറിയില്ല, പ്രാർത്ഥിക്കാൻ കഴിവുണ്ടോന്ന് അറിയില്ല, പക്ഷെ
വാക്കിനകത്ത് പരിശുദ്ധ ചില രോഗികൾ സൗഖ്യമാകുന്നു, ചില വിടുതലുകൾ സൗഖ്യമാകുന്നു. ചെല്ലുമ്പോൾ തന്നെ നിന്നിൽ വ്യാപരിക്കുന്ന സാന്നിധ്യം അത് അനേകർക്ക് ഒരു വിടുതലാകുമെന്ന് പരിശുദ്ധ വ്യക്തമായി ദൂത് കൈമാറുന്നു. ചില എടുത്ത തീരുമാനത്തിൽ വീണ്ടും ഉറപ്പിക്ക് വരുവാണെങ്കിൽ പരിശുദ്ധമ പറയുന്നു, ഞാൻ ചലിപ്പിക്കുന്ന ദൈവമാണ്. യെസ്, ഇന്ന് രാത്രി ഹല്ലേലൂയ, ഇന്ന് രാത്രി ആമേൻ, ഇന്ന് രാത്രി പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, എടുത്ത തീരുമാനത്തിൽ ഒന്ന് പുതുക്കി വരുവാൻ. എടുത്ത തീരുമാനത്തിൽ, കേട്ടോ ജിജോ ഓമല്ലൂർ, ഹല്ലേലൂയ, എടുത്ത തീരുമാനത്തിൽ ഒന്നോട് പുതുക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി ആമേൻ, ആമേൻ, എടുത്ത തീരുമാനത്തിൽ ഒന്നോട് പുതുക്കാൻ തയ്യാറാണോ? കർത്താവിനോട് എടുത്ത 2024 പ്രാരംഭ ദിവസങ്ങൾ, ആമേൻ, ഞാൻ പറയട്ടെ, സക്കായി ഇങ്ങനൊരു ആമേൻ തീരുമാനമൊക്കെ എടുത്ത് വന്ന ഒരു വ്യക്തിയാണ്. കർത്താവിനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ആഗ്രഹം ഇതല്ലേ? ഈ ഉപവാസം കഴിയുമ്പോൾ ഇന്ന് ഈ പ്രാവശ്യം നല്ലൊരു കൃപയോട് ഞാൻ പുറത്തിറങ്ങാൻ പോവാ. അടുത്ത ദിവസം വീണ്ടും പറയും, കർത്താവ് ഈ ഉപവാസത്തിൽ ലഭിച്ചില്ലെങ്കിലും അടുത്ത ഉപവാസത്തിൽ ഞങ്ങൾ പ്രാപിക്കുന്നതായിരിക്കും. ആമേൻ, ഇന്ന് പ്രാപിക്കണം, ഇന്ന് പ്രാപിച്ചോണം. ഹല്ലേലൂയ, ഇല്ലേ ദീപ്തി അഖിൽ? ഇന്ന് പ്രാപിക്കേണ്ടതല്ലേ ഇന്ന് പ്രാപിക്കേണ്ടത് അല്ലേ? ഷൈനി രവി ജോൺ, ഹല്ലേലൂയ, ഇന്ന് ചിലത് തരാൻ പോവാ കേട്ടോ. ഇന്ന് ചില നിന്നിൽ മേൽ പകരാൻ പോകുന്ന അഭിഷേകമാണ്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വാസമുണ്ട്? കർത്താവേ, ആമേ, 2024 പ്രാരംഭ സമയത്ത് ഞാൻ പറഞ്ഞൊരു ഒരു കാര്യമാണ്. കർത്താവ് 2023 പ്രാപിക്കാത്തത് ഒന്ന്, കർത്താവ് ഒരു വർഷം കൂടി ആയുസ് തന്നാൽ ഞാൻ നിനക്ക് വേണ്ടി എത്ര പേര് അത് പ്രാപിച്ചവരുണ്ടെന്ന് കരങ്ങളുയർത്താൻ പറ്റുമോ? ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കർത്താവേ, ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ഹല്ലേലൂയ, എന്റെ ദൈവത്തോട് ഞാൻ പറഞ്ഞ വാക്കുകൾ അത് എന്റെ ജീവിതത്തിൽ നിവർത്തീകരണം ചെയ്തിട്ടുണ്ട്. പൂർണ്ണതയോട് പറയാനുള്ളവരുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി നീ മടങ്ങി വാ. ഇന്ന് രാത്രി എന്റെ പാദമെടുത്തൊന്ന് മുട്ടുമടങ്ങിക്കേ. ഇന്ന് രാത്രി നീ ഒന്ന് ഏറ്റു പറയാൻ തയ്യാറാണോ? ഇന്ന് രാത്രി ദൈവത്തിന് കൊടുക്കേണ്ട സമയങ്ങൾ നീ വൃഥാവായി എവിടെയെങ്കിലും കളഞ്ഞിട്ടുണ്ടോ? ദൈവസന്നിധി ഒരു ദിവസം എത്ര മണിക്കൂർ എന്റെ പാദമെടുത്തിൽ മുട്ടുമടങ്ങിയിട്ടുണ്ട്? എത്ര പേര് നീ നേടിയിട്ടുണ്ട്? എത്ര പേര് ഹല്ലേലൂയ, ആമേൻ. അതാണ് താഴോട്ട് വായിക്കുമ്പോൾ ആമേൻ, ആമേൻ, സക്കായി പറയുന്നത്, എന്തെങ്കിലും ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും ഉണ്ട് അതൊക്കെ ഞാൻ കളഞ്ഞേക്കാം. നമ്മൾ കളയത്തുമില്ല അല്ലേ? ആമേൻ. നമ്മളൊക്കെ 24 പ്രാപിച്ച ഒന്നും കളയുവോ? ആമേൻ, ഹല്ലേലൂയ. ഇതൊന്നും കളയത്തില്ല. ഇതും കൂടി കൂട്ടി വെച്ചിട്ട് അടുത്ത വർഷം ഹല്ലേലൂയ വീണ്ടും ഒരു തീരുമാനമെടുത്ത് പുതുക്കാൻ നോക്കും. ഇന്ന് രാത്രി ഒന്ന് പറയണം, എന്തെങ്കിലും കളവായിട്ട് ഞാൻ എന്തെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടോ? ആമേൻ. ഇന്ന് രാത്രി ഏതെങ്കിലും ദൈവദാസന്മാർക്കോ ദൈവദാസിമാർക്കോ എന്തെങ്കിലും ഒരു വാക്കിൽ കൂടെ ഞാൻ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. എന്തെങ്കിലും അവരെ ഹല്ലേലൂയ അവരെ കുറിച്ച് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. അവരുടെ വാക്കിൽ മേൽ എന്തെങ്കിലും തെറ്റ് വന്നത് ഞങ്ങൾ വിളിച്ച് അതിനെ വലിയതാക്കിയിട്ടുണ്ടോ? ഇന്ന് രാത്രി നീ മടങ്ങി വരണം. ഹല്ലേലൂയ, ഇന്ന് രാത്രി നീ മടങ്ങി വരണം. സെക്കായി മറ്റൊരു ഭാഗത്തേക്ക് തന്റെ വഴികൾ പോയിക്കൊണ്ടിരിക്കുമെങ്കിൽ ഇന്ന് രാത്രി ചില വ്യക്തിചുതകളോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, ആമേൻ, ദൈവം നിനക്കും എനിക്കും തന്നിരിക്കുന്ന കൃപകൾ വിവിധമായ മേഖലയിൽ കൂടെയാണ്. പക്ഷെ അതിനെ എടുത്ത് നീ അതിനെ ഹല്ലേലൂയ ആമേൻ ദൈവഹിതമില്ലാത്ത ലെവലിലേക്ക് കൊണ്ടുപോകാതെ വന്ന ദൈവസന്നിധിയിൽ മൗനമായി ിരിക്കുമെങ്കിൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, നിന്റെ നീതി പ്രവൃത്തി നിനക്ക് വേണ്ടി മുൻപേയായി കടന്നു ചെല്ലും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ അതിനെ സ്വീകരിക്കുന്നു? സ്തോത്രം പറയുന്ന നാവിക്കൂടെ അന്യ ജനത്തെ, അന്യ അഭിഷക്തന്മാരെയോ ആമേൻ, ദൈവദാസിമാരെയോ ആമേൻ ശുശ്രൂഷ നിൽക്കുന്നവനോ ആരെ കുറിച്ച് അനാവശ്യമായോ ദൈവഹിതമില്ലാതോ നിന്റെ നാവിൽ വരല്ലേ എന്ന് ദൈവസന്നിധി തീരുമാനത്തോടുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി സഖായിയോട് പറഞ്ഞത് എന്തിനറിയാ? തീയുടെ മേളിൽ കയറി നിന്നിട്ട് എന്തിനാ പറയുന്നറിയോ? ചിലത് നീ ഇറങ്ങി വരാനുണ്ട്, നീ താഴ്ചയേൽപ്പിക്കാനുണ്ട്. ആമേൻ. യേശുവിനെ കാണാൻ കയറിയെങ്കിലും യേശുവിന്റെ അടുത്ത് വരണമെങ്കിൽ നിന്നെ തന്നെ ഒന്ന് സമർപ്പിക്കാനുണ്ട്. ഇന്ന് രാത്രി എത്ര പേര് ഏറ്റെടുക്കാൻ തയ്യാറാണ്? എബി ചെറിയാനൊന്ന് ഏറ്റെടുക്കാൻ തയ്യാറാണോ? ദൈവം നിന്റെ സ്ഥിതികൾക്ക് ഒരു മാറ്റം തരാൻ പോകും. ആമേൻ. ഇന്ന് രാത്രി ദൈവാത്മാ ചിലത് മാറ്റം തരാൻ പോകുന്നു. 2024 നടന്ന പോലുള്ള സൂം മീറ്റിംഗ് അല്ല 2025. ഇന്ന് രാത്രി എത്ര പേർ പ്രത്യാശയുടെ കാൽച്ചൂട്ടുകൾ മുന്നോട്ട് വെക്കാൻ തയ്യാറാണ്? ആമേൻ, ആമേൻ. ഈ 24 നടന്ന ആമേൻ സൂം മീറ്റിംഗുകളല്ല, ഹല്ലേലൂയ, ഭയപ്പെടുത്തുന്ന സൂം മീറ്റിംഗുകളല്ല, ഭീതിപ്പെടുത്തുന്ന സൂം മീറ്റിംഗുകളല്ല. ആമേൻ, കേട്ട ദൂതുകൾ, ആമേൻ, ഹല്ലേലൂയ. നാം പലപ്പോഴും കേറിയില്ലെങ്കിൽ ഈ ദൂത് ഹല്ലേലൂയ നിന്നോട് കൂടെ വസിച്ചോണ്ടിരിക്കുവാണ്, നിന്നോട് കൂടെ പൊക്കോണ്ടിരിക്കുവാണ്. ഇന്ന് രാത്രി നീ അതിനെ നീ അതിനെ ഹല്ലേലൂയ
തുച്ഛീകരിക്കുന്നെങ്കിൽ അത് നിനക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞാൻ കേരളത്തിൽ കടന്നു വന്നു പലവട്ടം എനിക്ക് ഇന്നും മലയാളം എഴുതാനോ വായിക്കുവാനോ അറിയാത്തൊരു വ്യക്തിയാണ്. ഞാൻ പല സിമ്മിലും മീറ്റിങ്ങിലും പ്രാരംഭത്തിൽ തന്നെ പറയുന്നത് കർത്തൃകൃപയില് കർത്താവ് എനിക്ക് തന്നൊരു കൃപ ദൈവത്തിന്റെ നിയോഗ പ്രകാരമാണ് കർത്താവ് എന്നെ നിർത്തത്. ഹല്ലേലൂയ. എങ്ങും നിന്ന് എന്റെ മഹിമകളോ എന്റെ എനിക്ക് തന്ന ക്വാളിഫിക്കേഷൻ, എനിക്ക് തന്ന കഴിവുകളോ ഒന്നുമല്ല. എന്റെ ദൈവം എന്നെ നിർത്തുന്നത് മാത്രമാണ്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് ഏറ്റൊരു കർത്താവേ നിന്റെ കൃപ മതി എനിക്ക്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിവില്ലെങ്കിൽ സാരമില്ല. നിനക്ക് ഉപവസിക്കാൻ കഴിവില്ലെങ്കിൽ സാരമില്ല. പക്ഷെ നിന്റെ ഹൃദയം ദൈവമായിട്ടുണ്ടോ? ഇന്ന് രാത്രി നിന്റെ ഹൃദയം നിന്റെ ദൈവമായിട്ടുണ്ടോ? ഇന്ന് രാത്രി ദൈവാത്മ ഇങ്ങനെ പറയുന്നു, ചിലതിനെ ഇതിനകത്തുനിന്ന് ചില വേദിയിലേക്ക് എടുത്തെറിയാൻ പോകുന്നു. ഇന്ന് രാത്രി ആ DNA സമർപ്പിക്കുന്ന വ്യക്തി ജീവിതമേ എന്നും ഇതിനകത്ത് നിൽക്കുന്നവരല്ല. പരിശുദ്ധാത്മ ഇതിനകത്തുനിന്ന് ചിലതിനെ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് ഹല്ലേലൂയ പുറപ്പെടുത്തുന്ന ദിവസങ്ങൾ വിദൂരമല്ല. ഇന്ന് രാത്രി ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ചിലതിനെ പുറത്തിറക്കുന്ന രാത്രിയാണെന്ന് പരിശുദ്ധാത്മ വ്യക്തമായി ദൂത് കൈമാറുന്നു. ഇന്ന് രാത്രി നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർ സ്വീകരിക്കാൻ തയ്യാറാണ്? യെസ്, ചീന തോമസ്, നിന്റെ ഭവനത്തിന്റെ അകത്തലത്തിൽ നാളുകൾ വെല്ലുവിളിച്ച് ഏതൊക്കെ രീതിയിൽ വെല്ലുവിളിച്ചെങ്കിൽ ഇന്ന് രാത്രി ആത്മാ പറയുന്നു 2024 അത് നിന്റെ കാഴ്ചവട്ടിലായിരിക്കും. ഇന്ന് രാത്രി നീ ആ പരാജയമായി നീ മുന്നോട്ട് പോകത്തില്ല. പരിശുദ്ധാത്മ പറയുന്നു ഹല്ലേലൂയ, തന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ ആഗ്രഹങ്ങളെ നിവർത്തീകരണമാകാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. രാത്രി ഹല്ലേലൂയ ഒന്ന് ദൈവസന്നിധി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവ പ്രവൃത്തി ചിലതിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്നോട് കൂടെ വസിക്കുവാൻ എന്റെ യേശു നിന്റെ ഭവനത്തിന്റെ വെളിയിൽ വന്ന് നിൽക്കുന്നു. ഇന്ന് രാത്രി നിന്നോട് കൂടെ വസിക്കാൻ ദൈവത്തിന് വരാൻ പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇന്ന് രാത്രി നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? പലപ്പോഴും ദൂത് കേൾക്കാൻ മാത്രം ഇരിക്കല്ലേ. ഇന്ന് രാത്രി ആ ദൂത് നിന്റെ ജീവിതത്തിൽ പൂർത്തീകരണത്തിലേക്ക് പോകാൻ പോകുന്നു. അന്ന് രാത്രി ദൈവാത്മാ പറയുന്നു പുറത്തു വേദനയുള്ള ചില വ്യക്തി ജീവിതങ്ങളിൽ വലിയൊരു ദൈവ സാന്നിധ്യം പറയുക ദൈവം വിടുതലയക്കാൻ പോകുന്നു. ഇരിക്കാൻ വയ്യാതെ വേണം, ഇരിക്കാൻ നിൽക്കാൻ വയ്യാതെ വേണം, ഉദരത്തോട് മല്ല് പിടിക്കുന്ന ചില മേഖലകൾ പരിശുദ്ധാത്മാ പറയുന്നു ഇതിനകത്ത് ദൈവാത്മാ പറയുന്നു ചില വിടുതൽ വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു ഹല്ലേലൂയ ഇന്ന് മുതൽ ഹല്ലേലൂയ പ്രതികൂലങ്ങളെ നീ മുന്നോട്ട് കൊണ്ടുപോകണല്ല, ഇവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ചെയ്യുക. ഇവിടെ ഒരു ബ്രേക്ക് ത്രൂ വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി ചില ബ്രേക്ക് ത്രൂ വെളിപ്പെടാൻ പോകുന്നു. ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു. ഇത് ഒരു ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്ത് നീ കടന്നു കാല് കുത്തുമ്പോൾ തന്നെ നിന്നോട് കൂടെ ഈ സാന്നിധ്യം പുറപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ എന്നും കേൾക്കുന്ന ദൂതല്ലേ എന്ന് പറഞ്ഞിട്ട് പോകാനല്ല, പക്ഷെ ഇതിനകത്ത് നിന്നോട് കൂടെ സാന്നിധ്യം പുറപ്പെടാൻ പോവാ. എന്റെ സാന്നിധ്യം പുറപ്പെടാൻ പോവാ. എത്ര പേരൊന്ന് വിശ്വാസം സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ഇന്ന് നീ ജീവനോട് ഇരിക്കുന്ന കേട്ടോ സിമ്മി രാജു. അല്ലെങ്കിൽ എന്നെ നിന്റെ ജീവൻ അസ്തമിച്ചു പോകേണ്ട സമയമായിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് എന്നെ നിന്റെ ജീവിതത്തെ തീർത്തു കളയുമെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. ഹല്ലേലൂയ. എന്നെ ന്യൂസ് പേപ്പറിനകത്ത് നിനക്ക് വിരോധമായി ചില മേഖകൾ വന്നേന, പക്ഷെ എന്റെ ദൈവത്തിന്റെ ദയയാണ് നിന്നെ നിർത്തിയിരിക്കുന്നെന്ന് പരിശുദ്ധാത്മാ വ്യക്തമായി പറയുന്നു. ആത്മാവ് നിന്നോട് വ്യക്തമായി നീ മുട്ടുമടങ്ങിയത് വൃഥാവല്ല. നിന്റെ ദൈവം ഹല്ലേലൂയ വിശ്വസ്തനെന്ന് പറയുവാൻ തക്കവണ്ണം എന്റെ മഹത്തേറിയ കരം നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവ പ്രവൃത്തിയുണ്ടെന്ന് ഇന്ന് രാത്രി നീ മറന്നു പോകല്ലേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആരും കാണാത്ത വിഷയത്തെ മേൽ ദൈവം കണ്ടിട്ടുണ്ട്. ആമേൻ. ആരും കാണാത്ത വിഷയത്തെ മേൽ ദൈവം കണ്ടിട്ട് നീ കുറിച്ചു വെച്ചോ. ഫെബ്രുവരി മാസം പൂർത്തീകരിക്കുന്നതിന് മുന്നേ നിനക്ക് തെളിവായി ഞാൻ എന്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. നീ ഒന്നിനെ കുറിച്ച് ഭാരപ്പെട്ടു പോകണ്ട, നീ ഒന്നിനെ കുറിച്ച് വ്യാകുലപ്പെട്ടു പോകണ്ട. ദാസിയെ ഞാൻ നിന്നെ പ്രവർത്തിക്കാൻ ശക്തനാണെന്ന് ആത്മാ പറയുന്നു. റിബാല ഹദരഗദന കാരാഗ്രഹത്തിൽ കിടക്കുന്ന ചങ്ങലക്കകത്ത് കിടക്കുന്ന പടയാളികൾ ഹല്ലേലൂയ റോമൻ സാമ്രാജ്യം നിനക്ക് വിരോധ
മാത്രമായി മുദ്രകൾ ഇട്ടതെങ്കിൽ ദൈവാത്മാവ് പറയുന്നു ആ മുദ്രയെ പൊട്ടിച്ച് ഞാൻ പുറത്തു കൊണ്ടുവന്ന് നീ സന്തോഷമായി അനേക വേദിയിൽ നിന്റെ മകനുമായി നീ സാക്ഷിയായി പറയുവാനായി പറയുന്നു. ഇതിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. തെരച്ചില്ല, ഇനി തീർന്നുപോയി, മഞ്ചത്തിൽ വെക്കാനുള്ളതേ ഉള്ളൂ. ഇല്ല ദാസിയെ, നിന്റെ കണ്ണിന് ഞാൻ തുരുത്തിൽ വെച്ചിട്ടുണ്ട്, അത് വൃഥാവായി പോകുകയില്ല. ആമേൻ. ഇന്ന് രാത്രി അതിന് ഞാൻ മറുപടി തരുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ. ഏത് റോമൻ സാമ്രാജ്യമായാലും ഏത് യൂറോപ്യൻ രാജ്യങ്ങളുടെ ആമേൻ രേഖകളായാലും ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയട്ടെ, നീ ഏറ്റെടുത്ത് ആരാധിച്ചോ. പരിശുദ്ധത പറയുന്നു, നിന്നെ ആരാധനയ്ക്കകത്ത് ചില കെട്ടുകൾ പൊട്ടും. Udamana Hadaragadana, Rigala Bau Shandana, Rikamana, Hadaragadan Hamdana, Rigala Bau Shandandigana, Rikamana Hatsana, Yetala Unadan Marayala, Nino, Hallelujah, Ami Yetunalu, Alman in the paper, they were to the value standing on a kingdom. Shatarakabana, Hadarakadana, Zakaye, Niatro Yaratul Dinalum. ഞാൻ ജീവിക്കുന്ന ദൈവമാണെന്ന് നിന്നിൽ കൂടെ ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ വലിയൊരു വിടുതൽ വെളിപ്പെടാൻ പോവാം. ഇന്ന് രാത്രി തലമുറകളുടെ വിഷയത്തിൽ മേൽ ആമേൻ ഭാരപ്പെടുന്ന തലമുറകളോട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ മേൽ പരിശുദ്ധമ വ്യക്തമായി പറയുന്നു, ഒരു വിടുതൽ വെളിപ്പെടാൻ പോകുന്നു. യെസ്, ഇന്ന് രാത്രി വലിയൊരു വിടുതൽ വെളിപ്പെടാൻ പോകുന്നു. പല തലമുറകൾ ആമേൻ ദൈവാത്മ ഇങ്ങനെ പറയുന്നു, അവരെ മുന്നോട്ട് വിടുകയില്ലെന്ന്. വാദിക്ക് ആ തലമുറകളെ കുറിച്ചാണ് ദൈവാത്മ പറയുന്നത്. എത്ര പേർ അതിന്റെ ദൂതനെ ഏറ്റെടുക്കുന്നു? അവരെ മുന്നോട്ട് വിടുകയില്ലെന്ന്. അവരെ ഹല്ലേലൂയ അവരുടെ ഭാവിയെ തകർത്തുകളെ വെല്ലുവിളിക്കുന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ നീ ആരാധിച്ചോ. ഇന്ന് രാത്രി ചില കേട്ടുകൾ പൊട്ടുന്ന നിരാത്രി ദൈവസന്നിധിയിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. നിനക്ക് ചില വിടുതൽ സംഭവിക്കാൻ പോകുന്നു. ഇന്നത്തെ മീറ്റിംഗ് ഹല്ലേലൂയ നിനക്കൊരു അനുഗ്രഹത്തിന് കാരണമാകും. നീ സാക്ഷി പറയാൻ പോകുന്നു. ഇന്ന് രാത്രി ആത്മാവിൽ നീ ആരാധിച്ചോ. വാഗ്ദത്ത സന്തതിയെ തകർക്കുവാൻ റോമൻ സാമ്രാജ്യം മുദ്രയിട്ടാല് ഇന്ന് രാത്രി ഉയർപ്പിന്റെ ശക്തി വെളിപ്പെട്ട് ചില വിടുതലുകൾ വെളിപ്പെടാൻ പോകുന്നു. ആത്മാ പറയുന്നു, നിന്റെ തലമുറ ഹാലലുയ പുറപ്പെടത്തില്ലെന്ന്. അവരുടെ ഭാവിയെ തകർച്ചകളെന്ന് ഒരു കൂട്ടം വെല്ലുവിളിക്കുന്ന ചില മണ്ഡലങ്ങളുടെ ഇന്ന് രാത്രി നീ ജയത്തോടെ പ്രാർത്ഥിച്ചേ ചില വിടുതൽ നീ കണ്ണുമ്പിൽ കാണുന്നു. കുറിച്ചു വെച്ചോ. 4 മാസങ്ങൾക്കുള്ളിൽ നിന്നെ വിധിക്കുന്നവരുടെ മധ്യയിൽ നീ യാരെന്ന് വെളിപ്പെടാൻ പോകുന്നു. നിന്റെ അവൻ ആ തലമുറയോട് ബന്ധപ്പെട്ട് ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഒരിക്കലും വിജയത്തിൽ അവൻ മുന്നോട്ട് പോകുകയില്ലെന്ന്. വാദിക്കുന്ന ചില മേഖലയ്ക്കകത്ത് ഇന്ന് രാത്രി പരിശോധന പറയുന്നു, അവന്റെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം പറയുന്നു, ഞാൻ ഉയർത്തി മാനിക്കും. ഇന്ന് രാത്രി ചില കെട്ടിയിട്ടേക്കുന്ന ചില കെട്ടുകൾ അഴിയുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ചില കെട്ടുന്ന തലമുറകളെ ഹല്ലേലൂയ അവരുടെ ഭാവി മണ്ഡലത്തിലോട്ട് മുന്നോട്ട് വിടാതെ വേണം. യെസ്, ഇന്ന് രാത്രി എത്ര പേർ ഏറ്റെടുക്കുന്നവരാണ്? യെസ്, ലിറ്റിൽ സുരേഷ് ഏറ്റെടുത്തോ, ദിശ ഏറ്റെടുത്തേ. ഇന്ന് രാത്രി ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, ചില പൊട്ടിക്കുന്ന നാളുകളെ കേട്ട ദൂതുകൾ നിവർത്തീകരണമാകാതെ വേണം. ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ ഇന്ന് രാത്രി നിന്റെ ആരാധനയ്ക്കകത്ത് പോറ്റുന്ന രാത്രിയാണ്. രാത്രി എത്ര പേര് അതിനെ ഏറ്റെടുക്കുന്നു? നിരാത്രി ദൈവ ശക്തി വ്യാപരിക്കുക. നിരാത്രി നീ ഒരു സാധാരണമല്ല, നിരാത്രി സാധാരണമായി ഒരു ദൈവിക സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ കാണാത്ത ചില വിടുതലുകൾ, ഇതുവരെ കാണാത്ത ചില മേഖലക്കകത്ത് ഇന്ന് രാത്രി ചിലതിനെ പുറപ്പെടുത്താൻ പോകുന്നു. നിനക്ക് നീ പ്രാപിച്ച അഭിഷേകം സാധാരണ അഭിഷേകമല്ല. നിന്നെ ഓദിക്കിയ ചില മണ്ഡലങ്ങളെ തുറന്നു വിടുന്ന ഒരു കീയാണ് ദൈവാത്മാ പറയുന്നു. ഹല്ലേലൂയ. രാത്രി എത്ര പേര് ഹല്ലേലൂയ. ഞാൻ പ്രാപിച്ച അഭിഷേകം ചെറിയൊരു അഭിഷേകം, പക്ഷെ നിന്റെ അഭിഷേകം ചെറുതല്ല, അത് വലുതാണ് കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ.
Hallelujah. Glory Abara Hadaragadana. Amen. നീ പ്രാപിച്ച അഭിഷേകം ചെറുതല്ല. നീ ഒന്ന് പറ ഹല്ലേലൂയ. യെസ് അജിത് ആമേൻ ഹല്ലേലൂയ. ആ ഡിവൈസിനകത്ത് ദൂതകൾ കേട്ടിരിക്കുന്നവളായിട്ടല്ല ഇന്ന് രാത്രി നീ ഹല്ലേലൂയ പരിശുദ്ധ ഏറ്റെടുക്കാൻ തയ്യാറാണോ? അതിനോട് ഓടാൻ തയ്യാറാണോ? ആ ദൂതനോട് നീ ഓടാൻ തയ്യാറാണോ? ആത്മാവർ ദിവസങ്ങൾക്ക് നിനക്ക് മറുപടി തരും. ഒന്നിനോട് ഹല്ലേലൂയ അതിന്റെ ദൂത് വേറെ ഇത് ദൂത് വേറെ നീ ആമേൻ കോറിലേറ്റ് ചെയ്യാനല്ല, അതിനെ ആമേൻ ആമേൻ അതിനെ കമ്പയർ ചെയ്തനല്ല. ഇന്ന് രാത്രി നീ കേൾക്കുന്ന ദൂത് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ആത്മാവർ ദിവസങ്ങൾക്കുള്ളിൽ നിന്റെ ഭവനത്തിനകത്തകത്ത് വലിയൊരു വിടുതൽ വെളിപ്പെടാൻ പോകുന്നു, ഒരു ബ്രേക്ക് ത്രൂ വെളിപ്പെടാൻ പോകുന്നു. യെസ്, രാത്രി എത്ര പേർ സ്വീകരിക്കുന്നു? ആമേൻ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു കൂട്ടത്തിനോട് ആമേൻ 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 ഞങ്ങളുടെ കണ്ടിന്യൂ ആയിട്ട് മീറ്റിംഗ് നടക്കുന്നതാണ്. ആമേൻ മീറ്റിംഗിൽ ഹല്ലേലൂയ ആമേൻ ആമേൻ ഇങ്ങനെ ഒരു ദൂത് ഹല്ലേലൂയ ചില ശുശ്രൂഷകന്മാരെ പുറത്തിറക്കാൻ പോകുന്നു. പലരും എന്നെ വിളിച്ചു പറഞ്ഞു, ഈ 2024 എവിടെ ആമേൻ ശുശ്രൂഷയ്ക്ക് ഇടങ്ങി പോകാനാണ്. ആമേൻ ഞാൻ ഓർത്ത് ദൈവം ഒരു മുഖാന്തരം ഒരുക്ക്. ആമേൻ ദിവസങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ ഹല്ലേലൂയ ആമേൻ 4 ദിവസമായി രാത്രി 12 തൊട്ടുള്ള സെക്ഷനിലേക്ക് ഞങ്ങൾ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ പല പ്രവാചകന്മാർ പുറത്തിറങ്ങാൻ തുടങ്ങി, പല ദർശനം കാണാൻ പുറത്തിറങ്ങാൻ തുടങ്ങി. ആമേൻ ഹല്ലേലൂയ ഓരോ വ്യക്തികൾ വിവേചിച്ച് പറയുവാൻ തക്കവണ്ണം എന്റെ ദൈവം മഹത്വത്തിന്റെ ദൈവമാണ്. വെറുതെ നിന്നോട് ദൂത് പറഞ്ഞിട്ട് പോകുന്നവരല്ല. ഇന്ന് രാത്രി ആത്മാവ് ഞാൻ ദൂത് കൈവിട്ട് നിന്നോട് പറഞ്ഞ ദൂത് അത് ശക്തനായ എന്റെ സ്വർഗമാണ്. ഇന്ന് രാത്രി 2024 പ്രാപിക്കണ്ടേ ആമേൻ അഭിഷക്തനെ പരിശുദ്ധമ്മ പറയുന്നു ഏറ്റെടുത്തോ ഈ 7 ദിവസക്കാലം ഹല്ലേലൂയ. ഇനി ഒരു 7 ദിവസത്തിൽ ദൈവത്തിന് വാഗ്ദത്തത്തിന് വേണ്ടി ഏറ്റെടുത്തോ. ദൈവമ്മ പറയുന്നു അടയാള സഹിത ഉയർത്തി കാണിക്കാൻ തക്കവണ്ണം ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഗൗരവ ശാന്തന ഈ ദിവസങ്ങൾ പ്രാപിക്കുന്ന ദിവസങ്ങൾ തന്നെ പ്രാപിച്ചോ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ വ്യത്യസ്തമായി ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഇതിനകത്ത് ചിലതിനെ വേർതിരിക്കാൻ പോകുന്നു. ആമേൻ ആമേൻ. എത്ര പേർ സ്വീകരിക്കാൻ തയ്യാറാണ്? എന്റെ മകന്റെ വിഷയം എന്റെ ഭവനത്തിന്റെ വിഷയമല്ല. ഇന്ന് രാത്രി ഇന്നത്തെ സെക്ഷൻ സെക്കയെ നിനക്ക് വേണ്ടി ഹല്ലേലൂയ നീ എന്ത് ചെയ്തെന്നല്ല എനിക്ക് വല്ലത്. ഇന്ന് രാത്രി നീ എനിക്ക് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്ന് രാത്രി എത്ര പേര് ഏറ്റെടുക്കാൻ തയ്യാറാണ്? യെസ് ലോർഡ്, ഐ വോണ്ട് ടു സറണ്ടർ യു. ആമേൻ. എത്ര പേര് ആമേൻ ആ അഭിഷേകത്തോടെ ഏൽപ്പിച്ചു കൊടുക്കാൻ യെസ് ഞാൻ സമർപ്പിക്കാൻ തയ്യാറാണ്? ഇന്ന് രാത്രി ഇതിനകത്ത് ചിലരുടെ വേദി മാറ്റാൻ പോകുന്നു. ആമേൻ. ചിലരുടെ ആമേൻ ആമേൻ ചിലരുടെ പ്രാർത്ഥന ശൈലി മാറ്റാൻ പോകുന്നു, ചിലരുടെ ആരാധന ശൈലി മാറ്റാൻ പോകുന്നു, ചിലർ ഹല്ലേലൂയ ആമേൻ ആമേൻ ഇന്ന് രാത്രി പറ ആമേൻ ഞാൻ ആരാധിക്കുമ്പോൾ ഞാൻ സ്തോത്രം പറയുമ്പോൾ ഇതിനകത്ത് ദൈവം പറയുന്നു ചില ഭൂതങ്ങൾ അലറി ഓടി പോകാൻ പോകുന്നു. ആമേൻ. ഇന്ന് രാത്രി ആ ദൂതനെ എത്ര പേർ ഏറ്റെടുക്കുന്നു? നിന്റെ അഭിഷേകം ആമേൻ നിന്റെ ഹല്ലേലൂയ ചിലപ്പോൾ അമേരിക്കയിലായിരിക്കും നീ ഇരിക്കുന്നത്, ചിലപ്പോൾ ആമേൻ നീ ജർമ്മനിയിലായിരിക്കും, ഹല്ലേലൂയ നീ ചിലപ്പോൾ യുപിയിലായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു നിന്നിൽ തന്നിരിക്കുന്ന അഭിഷേകം നീ ആയിരിക്കുന്ന ഡിവൈസിനകത്ത് സ്തോത്രം പറയുമ്പോ ചില കെട്ടുകൾ അഴിയുന്ന രാത്രിയാണ്, ചില രോഗങ്ങൾ അറിയുന്ന രാത്രിയാണ്, ചില വിടുതലുകൾ സംഭവിക്കുന്ന രാത്രിയാണ്, ചില ചങ്ങലകൾ പൊട്ടുന്ന രാത്രിയാണ്. അവൻ പത്രോസിന് വേണ്ടി ഒരു കൂട്ട സമൂഹം പ്രാർത്ഥിച്ചപ്പോൾ തന്നെ രാത്രിയാമങ്ങൾ ചങ്ങലകൾ പൊട്ടി ഭൂതമിറങ്ങി പോച്ചു കൊണ്ടുവന്നതുപോലെ ഇതിനകത്തൊരു ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ സ്വീകരിക്കുന്നു? യെസ് ഹല്ലേലൂയ. നിന്റെ ശബ്ദത്തിൽ വലിയൊരു അധികാരമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം വലിയൊരു ശബ്ദം, ഇന്ന് രാത്രി ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ സാധാരണ ശബ്ദങ്ങൾ അല്ല കേട്ടവൽ സമയം. ഇന്ന് രാത്രി ഹല്ലേലൂയ നീ സ്തോത്രം ഇന്ന് വന്ന് സ്തോത്രം പറഞ്ഞോ. പരിശുദ്ധ ആമേൻ ആമേൻ ഭവനത്തിനകത്തളത്തിൽ ഒതുക്കിയിട്ടേക്കുന്ന ആമേൻ ചില മണ്ഡലങ്ങളെ സ്വർഗം ഹല്ലേലൂയ സുബോധം കൊടുക്കാൻ പോകുന്നു. നിന്റെ സുഭാവ ഹല്ലേലൂയ ആമേൻ നിന്റെ ഹല്ലേലൂയ നിന്റെ പ്രിയപ്പെട്ടവന് സുബോധം കൊടുക്കാൻ പോകുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ ആ സുബോധത്തിന്റെ വഴി ചുറക്കുമ്പോൾ ദൈവം നിന്റെ മകന്മേൽ ദൂരത്ത് കിടക്കുന്ന ആമേൻ നിന്റെ മകന്മേൽ ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. ആ സാധാരണമായ ദൈവശക്തിയാണ്. ആമേൻ സാധാരണ അല്ല. ആമേൻ പരിശുദ്ധ ചില അധികാരികളുടെ ദൈവം ഇടപെടാൻ പോകുന്നു. ചില അധികാര മേഖലയ്ക്കകത്ത് നിന്നെ ഹല്ലേലൂയ നിന്റെ കരം എത്തിപ്പെടാൻ പറ്റാത്ത ചില മേഖലയ്ക്കകത്ത് എന്റെ ദൈവം ദൂതനെ ഇറക്കാൻ പോകുന്നു. ഇന്ന് രാത്രി എത്ര പേര് ഹല്ലേലൂയ സ്വീകരിക്കുന്നു? യെസ് ഹല്ലേലൂയ എനിക്ക് വേണ്ടി ദൂതൻ ഇറങ്ങാൻ പോകുന്നു, എനിക്ക് വേണ്ടി ദൂതൻ ഇറങ്ങാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രാത്രി എത്ര പേർ സ്വീകരിക്കാൻ തയ്യാറാണ്? യെസ് ഹല്ലേലൂയ. രാത്രി എത്ര പേര് ആ ദൂതനെ ഏറ്റെടുക്കാൻ തയ്യാറാണ്?
ഹല്ലേലൂയ. യെസ് റോയ് തോമസ്, ആ ദൂതനെ ഒന്ന് ഏറ്റെടുത്തേ. ആമൻ, നീ ചെന്ന് എത്തിപ്പെടാത്ത സ്ഥലത്ത് എന്റെ ദൈവം ഇറങ്ങാൻ പോവാ. ആമൻ, ചിലതിനോട് കൽപ്പിക്കാൻ പോവാ. യെസ് ഹാലലൂയ. ഇന്ന് രാത്രി ചിലതിനെ കൽപ്പിക്കാൻ പോവാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങാൻ പോവാ. യെസ് ജെൻസി ഏറ്റെടുക്ക്. ഇന്ന് രാത്രി നിനക്ക് എത്തിപ്പെടാത്ത ചില മേഖലക്കകത്ത്, യെസ് ഡോളി തമ്പി ഒന്ന് ഏറ്റെടുത്തേ. ആമൻ, നിനക്ക് എത്തിപ്പെടാത്ത ചില മേഖലക്കകത്ത് എന്റെ ദൈവം പ്രവർത്തിക്കാൻ പോവാ. യെസ് ആമേൻ. എത്ര പേര് ഇന്ന് രാത്രി ഹല്ലേലൂയ. ആമൻ, നിന്റെ രൂപമോ നിന്റെ കഴിവോ, ആമൻ സക്കായിയെ, നിന്റെ കഴിവൊന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട നിന്റെ ഹൃദയമാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ആമൻ, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. യെസ് ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാമുവൽ ജോർജിയുടെ പരിശുദ്ധമേ, ഇന്ന് വരെ ചെയ്ത ശുശ്രൂഷയല്ല കർത്താവിന്റെ ദാസൻ ചെല്ലിനടുത്ത് ചെയ്യാൻ പോകുന്നു. ആമേൻ. ഇതുവരെ കാണാത്ത ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ വെളിപ്പെടാൻ പോവാ. ഇതുവരെ ചെയ്യാത്തത്. ആമേൻ. ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടാൻ പോകുന്നത് പരിശുദ്ധം പറയുന്നു. നിൽക്കുമ്പോൾ തന്നെ, ആ സ്ഥലത്ത് കാല് വെക്കുമ്പോൾ തന്നെ ചില യോദ്ധാനുകൾ പിൻവാങ്ങുന്നത് പോലെ, യെസ് ഇന്ന് രാത്രി പ്രവാചകൻ അഭിഷക്തൻ ആമൻ കാല് കുത്തുമ്പോൾ തന്നെ, ആമൻ ചില മരണയോദ്ധാനുകൾ ആ ദേശം വിട്ടുപോകും. ചില ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ ആത്മാവ് പറയുന്നു. ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. പാസ്റ്റർ ബേബി പി എബ്രഹാമിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമൻ തകർത്തു കളയുന്ന ദേശത്തിൽ മേൽ ഇറക്കി വെല്ലുവിളിക്കുന്നവരുടെ മധ്യയിൽ നിന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഞാൻ ഉറപ്പിക്കാൻ പോകുവാണ് വലിയൊരു ദേശത്തിൽ മേല്, ആമൻ ബീഹാർ എന്ന പട്ടണത്തിൽ മേല് ഞാനൊരു ക്രൂസൈഡ് നടത്തുവാൻ എന്റെ ദൈവത്തിന് നിയോഗമുണ്ട്. അത് 2025 മധ്യഭാഗത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ കരുതൽ ഇറങ്ങുമെന്ന് ആത്മാവ് പറയുന്നു. എങ്ങനെന്നല്ല, ഇന്ന് രാത്രി മുട്ടുമടങ്ങിക്കോ. ഞാൻ ചിലതിനോട് ചിലതിനോട് കൽപ്പിക്കും, അത് നിന്റെ അടുത്തു വന്ന് അവൻ ഈ പ്രകാരം ദൂത് ഹല്ലേലൂയ അവൻ ദൂതനായിട്ട് ഇറങ്ങി വന്ന് ഇങ്ങനെ പറഞ്ഞ് ഹല്ലേലൂയ ഒരു രൂപ കടമില്ലാതെ വന്ന എന്റെ പ്രവൃത്തി അഭിഷക്തനെ, ഒരു കൂട്ടൻ ജനത്തെ, ഒരു ദേശത്തിന്റെ ഹല്ലേലൂയ ബീഹാർ എന്ന സ്റ്റേറ്റിൽ മേൽ വലിയൊരു ഉണർവ് വെളിപ്പെടുന്നത് പോലെ ദാസനെ ഞാൻ ഒരുക്കമാക്കുമെന്ന് ആത്മാവ് വ്യക്തമായി. ഈ എതിരുകൾ അധികമുണ്ട്, പക്ഷെ ഈ എതിരുകൾ നോക്കിയല്ല, ഈ എതിരിനകത്ത് ജീവിക്കാനുള്ള ദൈവകൃപ ഈ ദിവസത്തിൽ അഭിഷേകത്തോട് പുറപ്പെടുവാൻ ആത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. ആമേൻ. ഹല്ലേലൂയ. 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 ഒരു കാറ്റലോഗ് പ്രിപ്പയർ ചെയ്യാൻ ആത്മാവ് പറയുന്നു. ആ കാറ്റലോഗിനകത്ത് പരിശുദ്ധാത്മാവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്ക്. ആമേൻ. ആത്മാവ് പറയുന്നു, അതായത് സെക്ഷനായി ആമേൻ ചില വ്യക്തി ജീവിതങ്ങൾ, അറിയാത്ത ചില ഫോൺ കോളുകൾ, അറിയാത്ത ചില ബന്ധങ്ങൾ, അറിയാത്ത ചില കൂട്ടുവെട്ടങ്ങൾ ദൈവം ഉറപ്പിക്കുമെന്ന് ആത്മാവ് പറയുന്നു. ഇങ്ങനെ ചെയ്യുവാൻ ഞാൻ എന്തുള്ളെന്ന് നിലവിളിച്ച് കരയുന്ന ഒരു വേദിയുണ്ട്. രാത്രി ആത്മാവായി പറയുന്നു, ശബ്ദത്തിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. ശരീരത്തിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. ഭവനത്തിന്റെ ചുറ്റുപാടിനൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. തടഞ്ഞു നിന്ന ചില ആത്മാക്കളെ ദൈവാത്മാവ് പറയുന്നു, ഒരു ഡാം എപ്രകാരം തടഞ്ഞു നിർത്തിയോ, പക്ഷെ ഒഴുക്കിനെ തടയാൻ ആർക്കും പറ്റത്തില്ല. അത് തുറന്നു വിടുന്നത് പോലെ, ചില ജനക്കൂട്ടങ്ങളെ തുറന്നു വിടുന്നത് പോലെ എന്റെ ദൈവം ഉണർവ് വെളിപ്പെടുത്താൻ പോകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് ദൂതനെ ഏറ്റെടുക്കുന്നു? യെസ് ആറാമ ഏറ്റെടുക്ക് ഇന്ന് രാത്രി. ഹല്ലേലൂയ. എത്ര പേര് ഏറ്റെടുക്ക് ഇന്ന് രാത്രി? പലപ്പോഴും ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ലേ, ഒരു ഒരു വഴി തുറന്നായിരുന്നെങ്കിൽ, എനിക്കൊരു വേദി കിട്ടിയായിരുന്നെങ്കിൽ. പക്ഷെ പരിശുദ്ധ നീരിക്കുന്നിടത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചേ ചില വിടുതലേക്ക് കിലോമീറ്ററുകൾ താണ്ടി കടന്നു പോകുന്ന ഒരു അഭിഷേകം ഞാൻ നിന്നിൽ പകർന്നിട്ടുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാനൊന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഒട്ടും കണക്കില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആരാധിക്കണം കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. അത്രയും പറഞ്ഞു വന്നപ്പോ എല്ലാവർക്കും ഒരു ചിരിയൊക്കെ വന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഒന്ന് പറയുന്നു, റഹോബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രി ഒരു വലിയൊരു ഫയർ കോൺഫറൻസിന് വേണ്ടി വേദികൾ തുറക്കാൻ പോവുക. ആമേൻ.
ആമേൻ. ഒട്ടും പിണക്കില്ലാത്തവരൊന്ന് ആരാധിച്ചാൽ മതി. പിണക്കുള്ള നിങ്ങൾ ആരാധിക്കേണ്ട. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ എത്ര പേർ ഒട്ടും ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി ഈ വേദി തുറന്നത് ഹല്ലേലൂയ കർത്തദാസൻ ആമേൻ റഹോബത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രി ആണെങ്കിൽ ഇന്ന് രാത്രി പറയുന്നത് ഈ മിനിസ്ട്രി ഒരു ഓഫ്ലൈനിലേക്ക് മാറാൻ പോകുന്നു. ഹല്ലേലൂയ. ഈ മിനിസ്ട്രി ഒരു ഓഫ്ലൈനിലേക്ക് മാറാൻ പോകുന്നു. ആമേൻ. എന്നെ ശ്രമിക്കുന്ന ലൈവിലായിരിക്കട്ടെ, ഏത് തന്നെ ആകട്ടെ, മല്ല് പിടിക്കാൻ ശത്രുക്കൾ ആമേൻ ഉയർന്നു നിന്നാലും ആ ശത്രുവിന്റെ മുന്നിൽ ജീവിക്കുന്ന ഒരു കരമിറങ്ങാൻ പോകുന്നു. ആമേൻ. ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ സക്കായിന് വിടുതൽ കിട്ടിയില്ലെന്ന് സക്കായി ഒരു ഹല്ലേലൂയ ഒരു കുഴപ്പം പറഞ്ഞെങ്കിൽ ആത്മാവ് പറയുന്നു വിധിക്കുന്നവർ വിധിക്കട്ടെ അഭിഷക്തനെ. ആമേൻ. തകർക്കുന്നവർ തകർക്കട്ടെ, കൂട്ടത്തെ ഇടയ്ക്ക് കെറ്റിക്കോട്ടെ, നിന്ദിക്കട്ടെ, എന്ത് ചെയ്താലും അത് ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുന്നു. പക്ഷെ അതിനുവേണ്ടി പരിഹാരം എന്റെ സ്വർഗം ഇറങ്ങി ചെയ്യും. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു അമ്മയുടെ ഉത്തരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ പിണ്ടാകാരമാകുന്നതിന് മുന്നമേ അഭിഷേകം ഞാൻ വിളിച്ചു വേർതിരിച്ചെങ്കിൽ പലവട്ടം ഹല്ലേലൂയ ആയുസിനെ പോലും വല്ലുപിടിച്ച മേഖലയ്ക്കകത്ത് പരിശുദ്ധമ്മ ഞാൻ നിർത്തിയതെങ്കിൽ എന്റെ കൃപയാണ്. ആത്മാ പറഞ്ഞ കുടുംബമായി ചില വേദിയിലേക്ക് ദൈവാത്മ പറയുന്ന ഒരു സാധാരണ വേദിയിലല്ല, ഒരു വലിയൊരു അംബാസഡർ ആയിട്ട് അവൻ അതിനുവേണ്ടി മുൻപും പിൻപും നിനക്ക് വേണ്ടി ദൂതൻ ഇറക്കി നിർത്തി അവന് വലിയ ഗ്രേറ്റ് സല്യൂട്ട് ചെയ്ത് ഞാൻ നിന്നെ വേദിയിൽ കേട്ടി എന്റെ നാമമഹത്വത്തിന് വേണ്ടി അഭിഷക്തനെ ഞാൻ പുറപ്പെടുത്തും. Amen. Praise the Lord. Hallelujah. Hallelujah. ഇന്ന് രാത്രി എനിക്കൊന്നറിയാം, പ്രവചിക്കുമ്പോൾ തന്നെ ചില കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആമേൻ. പ്രവചന ശക്തി ആമേൻ ആ ശബ്ദം പുറപ്പെടുമ്പോൾ തന്നെ അടങ്ങിയിരിക്കുന്ന വാതിൽ ആമേൻ ചില വലിയൊരു ഗ്രൗണ്ടിനകത്താണ് കേട്ടോ അഭിഷക്തൻ. ആമേൻ. 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 ഹല്ലേലൂയ. അതിനുവേണ്ടിയുള്ള ക്രമീകരണം ദൈവം സെറ്റാക്കിയിട്ടേക. അതിനുവേണ്ടി വേദി ആമേൻ 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 അറിയപ്പെടുന്ന ഒരു മേഖലക്കകത്ത് ആമേൻ ഇത് എങ്ങനെ സംഭവിച്ചെന്നുമെങ്കിൽ ആത്മാവ് എന്റെ പ്രവൃത്തിയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നാളുകളെ കേട്ട ദൂതാണ്, പക്ഷെ ഇതുവരെ കാൽച്ചുട്ടുകൾ വെച്ചിട്ടില്ലെന്ന് ആത്മാവ് പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. കഥാദാസൻ ദേവദാസിക്ക് പറഞ്ഞിട്ട് പോയാൽ മതിയല്ലോ, അനുഭവിക്കുന്ന ഞാനല്ലേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറഞ്ഞിട്ട് പോകാനൊക്കെ വലിയ ആമേൻ പ്ലാനുകളാ. ഇതൊന്നും എന്റെ കയ്യിലൊന്നുമല്ല. ആമേൻ. പരിശുദ്ധമ്മ പറഞ്ഞിട്ടുണ്ടോ അതിന്റെ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ചില ഹൃദയങ്ങളോട് ഇടപെടാൻ പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. ചില ഹൃദയങ്ങളോട് ഇടപെടാൻ പോകുന്നു. ആമേൻ. ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. അതിനു വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യാൻ പോകുന്നു. ചിലർക്ക് വേണ്ടി ദൈവ ഡോർമെറ്റുകൾ ഒരുക്കി വരുന്നു. ചിലത് താമസിക്കാൻ ഒരുക്കി വരുന്നു. ആമേൻ. വലിയ ഊണർവ് വെളിപ്പെടാൻ പോകുന്നു. ആമേൻ. ട്രിവാൻഡ്രം, ആമേൻ, കൊല്ലം എന്ന ജില്ലകളുടെ മധ്യയില് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി, വലിയൊരു ഉണർവ് ആമേൻ പുറപ്പെടാൻ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒതുങ്ങിക്കൂടുന്ന മണ്ഡലത്തിലേക്കൂടെ ചിലത് ജനത്തെ പുറപ്പെടുത്തുവാൻ തക്കവണ്ണം എന്റെ പ്രവൃത്തി ആ മീറ്റിങ്ങിനകത്ത് പ്രവർത്തിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ എത്ര പേർ ഹല്ലേലൂയ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി ചിലരുടെ കാഴ്ചപ്പാട് ദൈവം മാറ്റാൻ പോകുന്നു. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്ന കർത്താവേ എന്റെ കാഴ്ചപ്പാട് ദൈവം ഒരു മാറ്റം തരട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എന്നിനൊരു കാഴ്ചപ്പാട് വ്യത്യസ്തമാകട്ടെ. എന്റെ നാവിന്റെ ശബ്ദത്തിനൊരു വ്യത്യാസം വരട്ടെ. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ വീട്ടിലൊരു കള്ളം കയറുവാണെങ്കിൽ നമ്മൾ ഈ കള്ളനെ കാണുമ്പോ എന്തോ ആമേൻ ആദ്യം കയ്യും കാലും ഇല്ലേ വിറയ്ക്കും. നിങ്ങളുടെ കാലൊന്നും വിറയ്ക്കത്തില്ല അല്ലേ? ആമേൻ. ഹല്ലേലൂയ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആര് ഇങ്ങനെ നോക്കും, ഞങ്ങളുടെ വീട്ടിലൊന്നും കള്ളം കയറത്തില്ല, ഞങ്ങളെല്ലാം വലിയ വെൽ സെക്യൂരിറ്റി ആയിട്ട് ഞങ്ങൾ താമസിക്കുന്നത്. ആമേൻ. ഞാൻ കേരളത്തിൽ ആമേൻ എന്റെ മോനെ പ്രഗ്നന്റ് ആയപ്പോൾ വന്നപ്പോൾ ആമേൻ ആമേൻ ആ സമയത്ത് ഞാൻ ആയിരുന്ന എന്റെ മാതാവിന്റെ സഹോദരി വീട്ടിൽ അന്ന് രാത്രി കള്ളം കയറി. ആമേൻ. ഞങ്ങളെല്ലാം പേടിച്ചു പോയി. ആമേൻ. ഈ കള്ളം കയറിയിട്ട് ചെരുപ്പ് ആ പുറകെ കൂടെ എന്റെ സഹോദരങ്ങൾ അവരെല്ലാം പോയിട്ട് ചെരുപ്പ് കൊണ്ട് വീട്ടിനകത്ത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക. ഇരുന്നപ്പോ നോക്കിക്കാണെ കള്ളൻ നല്ല ഗട്സ് ഉള്ള കള്ളനാണ്. അവനാദ്യം ആ കഥയിൽ കൂടെ വന്നിട്ട് ഞാൻ ആ സമയത്ത് നമ്മളെ ബോഡി വീക്കായിട്ട് ഇരിക്കുന്ന, പക്ഷെ ഞാൻ ഒട്ടും വിട്ടുകൊടുത്തില്ല. ഞാൻ കള്ളം വന്നേന്ന് വിളിച്ചു പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതുപോലും പറയാൻ പറ്റാത്തവരുണ്ട് ഇല്ലേ? അല്ലേ? നമുക്ക് ഈ കള്ളനെ കാണുമ്പോൾ തന്നെ വിഷമമാണ്. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ ശരിയല്ലേ? പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, ആമേൻ, നീ ചിലതിനെ കണ്ട് ഭയപ്പെട്ടു പോകാനല്ല, നീ ഹല്ലേലൂയ അധികാരത്തോട് കൽപ്പിക്കാൻ പോവാ കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം ആമേൻ ചിലത് കൽപ്പിക്കാൻ പോവാ കേട്ടോ.
ഇന്ന് രാത്രി എത്ര പേർ സ്വീകരിക്കുന്നു? ആമേൻ ഹല്ലേലൂയ. എന്നും എന്നും ആമേൻ ആമേൻ ഒതുങ്ങിക്കൂടുന്നവരല്ല, ചിലത് കൽപ്പിക്കാൻ പോകുന്നു. ഇന്ന് രാത്രി എത്ര പേർ സ്വീകരിക്കാൻ പോകുന്നു? ഹല്ലേലൂയ. ഞാൻ കൽപ്പിക്കും. ഹല്ലേലൂയ. സാറമ്മ എബ്രഹാം ഒന്ന് വിശ്വാസം പറ. ഈ പ്രായമായാലും നിങ്ങൾ കൽപ്പിച്ചോ, ദൈവം അധികാരം തന്നിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രി സാം ജോൺ മാത്യു ഒന്ന് പറ, ഞാൻ കൽപ്പിക്കാൻ പോവാം. ആമേൻ 24 പ്രാപിച്ച ദൂതുകൾ ഒന്നും ഇട്ടിട്ട് പോകല്ലേ. ആമേൻ അതിന് പ്രാപിച്ചിട്ടേ പോകാവുള്ളൂ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അടുത്ത വർഷം ഞാൻ പ്രാപിച്ചോളാം എന്ന് പറഞ്ഞ് ഇവിടെ ആർക്കും വേണ്ട സീറ്റില്ല. ഇന്ന് രാത്രി നീ പ്രാപിച്ചിട്ടേ പോകാവുള്ളൂ. ഇന്ന് രാത്രി നീ പ്രാപിച്ചിട്ടേ പോകാവുള്ളൂ. ആമേൻ ലഭിക്കുന്ന സമയങ്ങൾ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, ആമേൻ പല ബലഹീനമായ നമ്മളെക്കാൾ ശ്രേഷ്ഠ അഭിഷക്തന്മാർ ഇന്നൊക്കെ 3-4 പേര് പിടിച്ച് കയറ്റി ഇരുത്തുന്ന സമയങ്ങളാണ്. പക്ഷേ ഇന്ന് രാത്രി നിനക്ക് ആരോഗ്യവും ബലവും ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ നീ ആരാധിച്ചോണം. ആരാധിക്കുന്ന 24 ആരാധിക്കാൻ പറ്റിയില്ലെങ്കിൽ 25 ആരാധിക്കാൻ പറ്റുമോ എന്നറിയില്ല. ഇന്ന് രാത്രി ആരും മൗനമായി ഇരുന്ന് എന്നെ നോക്കിയിരിക്കല്ലേ, എന്നാണ് സിസ്റ്റർ പറയുന്നത് കേട്ടിരിക്കല്ലേ. ഇന്ന് രാത്രി നീ ദൂതനെ ഏറ്റെടുത്തോ കേട്ടോ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ആരാധിച്ചാൽ ദൈവദാസന്മാരെ ഇന്ന് രാത്രി നീ ആരാധിക്കുമ്പോൾ നിനക്ക് വിടുതലാണ്. ഇന്ന് രാത്രി നീ ആരാധിച്ചില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ കൊണ്ടുപോകാം. പക്ഷെ അടുത്ത ദിവസം നിനക്ക് ആയുസ്സുണ്ടോ നീ തിരിച്ചറിയണം. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസി ഹല്ലേലൂയ റിജോ തോമസിന്റെ കൂടെ എടുക്കുന്ന ദാസിയോട് വിളിച്ച്, നീ ഒരു ശക്തമായ ഒരു പ്രവാചികയാണ്, നീ ലോകം അറിയപ്പെടുന്ന ഒരു പ്രവാചിക ഗണത്തിൽ ഞാൻ നിന്നെ നിർത്തുവാൻ ആഗ്രഹമുണ്ട്, പദ്ധതിയുണ്ട്. പരിശുദ്ധം പറയുന്നു ആമേൻ ഹല്ലേലൂയ. ദൈവം പറയുന്നു, നിനക്ക് ചെറുപ്രായം മുതലേ ഞാൻ ചില കാഴ്ചപ്പാട് തന്നിട്ടുണ്ട്. പക്ഷെ അതിനോട് കൂടെ മറ്റുള്ളവരോട് പറയാൻ നീ ഭയപ്പെടുന്നു. അത് നടന്നോ നടക്കത്തില്ലോ സംശയിച്ചു നിൽക്കുന്ന ആത്മാവല്ല. ഇന്ന് രാത്രി നീ ഉറപ്പോട് മുന്നോട്ട് ആമേൻ പോവാണെങ്കിൽ ദൈവം പറയുന്നു, ഞാൻ നിന്നെ ആമേൻ ചില വേദിയിൽ മേൽ ആമേൻ ഞാൻ നിർത്തി, എന്റെ വചനമായി നിർത്തി ചില ആമേൻ അനേക കൂട്ടങ്ങളെ പുറത്തു കൊണ്ടുവരാൻ എനിക്ക് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. ദൈവം ഇങ്ങനെ പറയുന്നു, ചില ആമേ തലമുറ ഇല്ലാത്തവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വലിയ വിടുതൽ വെളിപ്പെട്ട് ആ ഉദരത്തിൽ വലിയ വിടുതൽ വെളിപ്പെടുന്നത് വ്യക്തമായ ദൂത് കൈമാറുന്നു. ആമേൻ പ്രൈസ് ദി ലോർഡ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇതിനകത്ത് നിൽക്കുന്നവരൊക്കെ ശുശ്രൂഷകന്മാരാ. അയ്യോ അല്ലേ? ആണെന്ന് സ്തോത്രം പറഞ്ഞേ. നിങ്ങൾ ആരും ഇല്ലെന്ന് തോന്നുന്നു. കർത്താവ്, ഞാൻ എങ്ങനെങ്കിലും ഒരു കോണിൽ ജീവിച്ചു പോകാനിരിക്കല്ലേ. ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ സ്തോത്രത്തിൽ ഒരു വലിയ വിടുതല കേട്ടോ. ഗ്രേസി മെറണ്ട ആമേൻ. നിങ്ങളുടെ സ്തോത്രത്തിൽ തന്നെ വലിയ വിടുതല. ആമേൻ ആമേൻ. എപ്പോഴും ഒന്ന് സ്തോത്രം പറഞ്ഞോണം. സ്തോത്രം എന്ന് പറഞ്ഞാൽ സ്റ്റാമ്പിംഗ് ആണ്. ഞങ്ങളൊക്കെ ഞാൻ ബോംബെ പട്ടണത്തിലാണ് പഠിച്ചു വളർന്നപ്പം ഞങ്ങൾക്ക് സ്കൂൾ എക്സാം സമയത്തിന് മുന്നേ ഞങ്ങൾ എഴുതുന്ന നോട്ട് കറക്ഷൻ ചെയ്ത് സ്റ്റാമ്പ് ചെയ്യും. ഇതാണ് ഞങ്ങളുടെ എക്സാംസിന് വരുന്നത്. ഞങ്ങളുടെ സ്കൂൾ സ്റ്റാമ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ ഇതാണ് കൺഫർമേഷൻ. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? കർത്താവേ, എന്താ സിസ്റ്റർ, ഇന്ന് രാത്രി എത്ര വലിയ സ്ഥാനത്തിൽ നിന്നാലും ദൈവം നിന്നെ കൊണ്ട് വിടുതലയക്കാൻ പോകും. ഇന്ന് രാത്രി ഒന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഒന്ന് ഉറച്ച് നിങ്ങളുടെ ഭവനത്തിലെ വിഷയങ്ങൾ ഒന്ന് പറ. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം എന്ന സ്റ്റാമ്പിംഗ് നടത്താൻ പോകും. ആമേൻ ഹല്ലേലൂയ. ആമേൻ ആമേൻ. കർത്താവ് ദാസന്മാർ രണ്ടുപേരും ആകെ ടെൻഷനിലിരിക്കും. ആമേൻ ഹല്ലേലൂയ. അനിബേ പാസ്റ്ററും ബേബി പി എബ്രഹാം ഇത്രയും വലിയ സ്ലോട്ട് 6 മാസം ഈ വർഷമൊക്കെ തന്നിട്ട് ഞങ്ങൾ എങ്ങനെ തുടങ്ങും? എവിടാ സ്റ്റാമ്പ് കൊടുക്കണ്ടേ? ഒന്ന് സ്റ്റാമ്പ് കൊടുക്ക്, ഞങ്ങൾ നിറക്കാൻ പോവാന്ന്. ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് സ്റ്റാമ്പ് ഇട്ടിട്ട് ഒന്ന് അടുത്ത സ്റ്റെപ്പ് കാല് വെച്ച് ദൈവം പ്രവർത്തിക്കുമെന്ന്. സ്റ്റാമ്പ് വെക്കാതെ അകത്തിരുന്നാലാണ് നടക്കാത്തത്. ഇന്ന് രാത്രി ദൈവം ഇപ്പോൾ സ്റ്റാമ്പ് നടക്കുമ്പോൾ തന്നെ ചില വിടുതൽ വെളിപ്പെടാൻ പോകും കേട്ടോ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ദൈവമാവ് വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. യെസ്, രാജു ജോൺ എന്ന് പറഞ്ഞ വ്യക്തിയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ സ്റ്റാമ്പ് വെക്കുന്ന ചില വിഷയം സ്റ്റാമ്പ് വെച്ചോ. ആമേൻ. നീ സ്റ്റാമ്പ് വെക്കുമ്പോൾ സ്തോത്രം എന്ന സ്റ്റാമ്പിംഗ് വെക്കുമ്പോൾ നീ പോലും അറിയാതെ വേണം ദൂതൻ ഇറങ്ങാൻ പോവാ. നിന്റെ വിഷയത്തിനകത്ത് ദൂതൻ ഇറങ്ങാൻ പോവാ. നിന്റെ പേപ്പറിനകത്ത് ദൂതൻ ഇറങ്ങാൻ പോവാ. എനിക്കറിയില്ല, ദൈവാത്മാ പറയുന്നു. ഈ വ്യക്തി ആരെന്ന് എനിക്കറിയില്ല. പക്ഷെ പരിശുദ്ധാത്മാ പറയുന്നു, ബ്ലോക്കായി കിടക്കുന്ന ഭാരപ്പെട്ട് കിടക്കുന്ന ചില മണ്ഡലത്തിൽ യേശു ഇറങ്ങാൻ പോകുന്നു. ആമേൻ. 24 അനുഭവിച്ച കഷ്ടത കണ്ണുനീര് മാത്രമേ ഉള്ളൂ. ജീവനോട് ഇരിക്കുന്നവന് ദൈവത്തിന്റെ ഭാഗ്യം. എന്നേ സെമിത്തേരിയിൽ പോകേണ്ട അവസ്ഥകൾ കഴിഞ്ഞു. കുടുംബമായി കൂട്ടമായി പോകേണ്ട സമയം കഴിഞ്ഞു പോയി. ഒരു നേരത്തെ ആഹാരം എങ്ങനെ മുന്നോട്ട് കഴിയുമെന്ന് അറിയത്തില്ല. ആമേൻ. പല രാത്രികൾ പലരോട് ചോദിച്ച രാത്രികളുണ്ട്. പലരും കൈമടക്കിയ ദിവസങ്ങളുണ്ട്. പക്ഷെ ദൈവം പറഞ്ഞ് നിന്നെ നിർത്തിയതാണ് എനിക്ക് എന്റെ മഹത്വത്തിന് വേണ്ടി. ആമേൻ. ദൈവ പ്രവർത്തിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തേ ദാസനെ. പരിശുദ്ധന്റെ കണ്ണ് മറന്നു പോയതില്ല. അല്ല,
യഹോവ നിന്നെ കരുതിയിരിക്കുന്നു, യഹോവ നിന്നെ താങ്ങിയിരിക്കുന്നു. ഇന്ന് രാത്രി നീ ഉറച്ചു വിശ്വസിച്ചോ, ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവാ. ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. പലരും നിന്ദിക്കുന്ന ആ നിന്ദയൊക്കെ ഏറ്റെടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ആരൊക്കെ നിന്ദിക്കുന്നു, സ്തോത്രം എന്ന യാഗത്തെ ഏറ്റെടുക്കുക. ദൈവം അതിനകത്ത് മറുപടി തരും. അതിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവാത്മ അസാധാരണമായി ദൈവശക്തി ഇന്ന് രാത്രി ആ കെട്ടഴിയുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ, ആമേൻ ഏറ്റെടുത്ത് ആരാധിച്ചോ. ആമേൻ ചില കെട്ടുകൾ അഴിയുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ചില കെട്ടുകൾ അഴിയുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ദൈവ പ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയാണ്. അസാധാരണമായ ദൈവ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. യേശു നിന്റെ അടുത്ത് വരുമ്പോൾ, യെസ് ഹല്ലേലൂയ, Jesus said to him, today is the salvation has come to this house. ആമേൻ ഇന്ന് രാത്രി നിന്റെ ഭവനത്തിൽ ഒരു വിടുതൽ വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര ഉറപ്പോടെ പറയുന്നു, ഇന്ന് രാത്രി വെറുതെ വന്നതല്ല, ഇന്ന് രാത്രി നിന്റെ ഭവനത്തിൽ ഒരു സാൽവേഷൻ വന്നിരിക്കുന്നു. ആമേൻ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Amen. എന്റെ എക്സ്പീരിയൻസ് ഞാൻ ചിലപ്പോ ചിന്തിക്കും, ചില നന്മകളൊക്കെ ബ്ലോക്ക് ആയിരിക്കുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ കർത്താവ് എങ്കിലും ഹല്ലേലൂയ അതൊക്കെ കെട്ടിവെച്ചല്ലോ. ആമേൻ ഹല്ലേലൂയ. പക്ഷെ ഞാൻ ഹല്ലേലൂയ, ഞാൻ ആത്മാവിൽ പറയട്ടെ, ഹല്ലേലൂയ, ആമേൻ നിന്റെ കരുത്തിൽ തന്നായിരുന്നെങ്കിൽ ഹല്ലേലൂയ അതൊക്കെ തീർന്നു പോയനോ. പക്ഷെ സമയമാകുമ്പോൾ ബ്ലോക്ക് ആയിരിക്കുന്ന ചില നന്മകൾ തുറന്നു വിടാൻ പോകുന്നെന്ന് ആത്മാവ് വ്യക്തമായി ജൂഡ് കൈമാറുന്നു. ആമേൻ. ചില ബ്ലോക്കായി കിടക്കുന്ന ചില ആമേൻ വലിയൊരു ഹല്ലേലൂയ ആമേൻ തുറന്നു വിടാൻ പോകാൻ കയ്യസ് ഇന്ന് രാത്രി. ആമേൻ ഇന്ന് രാത്രി ആമേൻ ഈ ബ്ലോക്ക് ആയിരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നത്. ആമേൻ ബ്ലോക്കും ഇല്ല ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഇരുന്നാൽ നമ്മളെല്ലാം വീട്ടിൽ പോയി ഇരിക്കാത്തേ ഉള്ളൂ. പക്ഷേ ഹല്ലേലൂയ ബ്ലോക്കിനായി സ്തോത്രം എന്ന് പറഞ്ഞ് ആമേന്റെ ശോധനയ്ക്കായി സ്തോത്രം എന്ന ഷൈനി ആമേൻ രവി ജോണിനോട് പരിശുദ്ധാത്മ പറയുന്നു, മകളെ ദിവസങ്ങൾ ദൈവാത്മ പറയും, നിന്റെ ശരീരത്തിൽ മേൽ അസ്ഥികൾ മേൽ പോരാടുന്ന ചില അസ്ഥിയോട് ബന്ധപ്പെട്ട ദൈവം അതിനകത്ത് ഇന്ന് രാത്രി സൗഖ്യം വെളിപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നെ പുറത്തു ആമേൻ പുറത്തിനോട് ആമേൻ ശരീരത്തിലുള്ള അസ്ഥികൾ മേൽ ഉണ്ടാകുന്ന ചില വേദനകൾ ഹല്ലേലൂയ ഇന്ന് രാത്രി ദൈവം സൗഖ്യം തരാൻ പോകുന്നു. വിശ്വസിക്കുന്നെങ്കിൽ ദൈവമ്മ പറയുന്നു, ഇത് ഹല്ലേലൂയ നിന്നെ തകർത്തുകളനല്ല, നിന്നെ ഹല്ലേലൂയ ആമേൻ നിന്നെ ഹല്ലേലൂയ ആമേൻ നിന്റെ എന്റെ നാമ മഹത്വം തരാൻ ആമേൻ ഞാൻ നിന്നെ കൊണ്ട് സാക്ഷി പറയിപ്പിക്കുന്ന കാലഘട്ടം അടുത്ത് നീ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ആമേൻ 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 ചില വേദനയുള്ളവരുടെ ഹല്ലേലൂയ ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഇതിനകത്ത് നിൽക്കുന്ന ആമേൻ ചില വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു പുറപ്പാടുണ്ട്. ദൈവാത്മ പറയുന്നു 10 വ്യക്തി 10 ഡിവൈസിനോട് പരിശുദ്ധാത്മ പറയുന്നു, ഞാൻ പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, നാളെ പറയാൻ സിസ്റ്ററിനെ വിളിക്കേണ്ട ഈ 10 പേരോടെ പറഞ്ഞിട്ടുള്ളത്. ആമേൻ എനിക്കറിയാം ദൈവം പറയുന്നത് മാത്രമേ പറയാം. 10 രാജ്യങ്ങളിലേക്ക് ആമേൻ ആമേൻ ദൈവാത്മാവ് ചിലതിനെ അയക്കാൻ പോകുന്നു. അത് നിന്റെ കാലുകൾ ഹല്ലേലൂയ ആമേൻ ചില മേഖലയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു ഞാൻ അറിയുന്നില്ല, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി ചില ഹല്ലേലൂയ അറിയാത്ത ചില മേഖലയ്ക്കകത്ത് ദൈവം നിർത്താൻ പോകുന്നു. ഹല്ലേലൂയ ദൈവത്തിന്റെ കരുതൽ ഇറങ്ങാൻ പോകുന്നു. ആമേൻ ചിലതുകൊണ്ട് ദൈവാത്മാ ഇങ്ങനെ വചനം പറയുന്നു, രാജാക്കന്മാരുടെ ഹൃദയം തോടുപോലെ ആയിരിക്കുന്നു, അവൻ ഇഷ്ടപ്പെടും തിരിക്കുന്ന തിരുവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രി ആത്മാവ് പറയുന്നു. പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി വഴിച്ചിരിക്കുന്ന രാത്രിയാണ്. യെസ് ജിഷ ഏറ്റെടുത്തോ, നിനക്ക് വേണ്ടി ആമേൻ വിരോധമായി നിൽക്കുന്ന പക്ഷെ പരിശുദ്ധ ഞാൻ നിനക്ക് വേണ്ടി ഒരു സീറ്റിൽ റെഡി ആയിരിക്കുന്നു. ഇന്ന് രാത്രി ആ സീറ്റിലേക്ക് നീ ഒരുങ്ങിക്കൊള്ളാൻ ആത്മാവ് പറയുന്നു. ലിറ്റിൽ സുരേഷ് ആൻഡ് ദൈവാത്മാ പറയുന്നു, ആമേ നിന്റെ ആ തലമുറയ്ക്ക് വേണ്ടി ഞാൻ ഹല്ലേലൂയ ഞാൻ ഒരുക്കുന്ന ഒരു വിധങ്ങൾ ഹല്ലേലൂയ ഇതുവരെ കാണാത്ത ചില വഴികൾ നിനക്ക് വേണ്ടി ഞാൻ തുറന്നിരിക്കുന്നു. ആമേ ആമേൻ പ്രാണനോട് പോലെ ഹാനി വരുത്തുവെന്ന് വെല്ലുവിളിച്ച മണ്ഡലത്തിൽ മേൽ നിന്റെ ഭവനത്തിൽ മേൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ ഒരു ഫ്യൂണറൽ സർവീസ് നടത്തുമെന്ന് വെല്ലുവിളിച്ചവരുടെ മധ്യയിൽ ദൈവാത്മാ പറയുന്നു, നിന്റെ ഹല്ലേലൂയ ഭവനത്തിന്റെ മുന്നിൽ ഒരു ശുഭദിനം വെളിപ്പെടാൻ പോകുന്നു. ഒരു ശുഭദിനം വെളിപ്പെടാൻ പോകുന്നു. നിന്റെ ഭവനത്തിന്മേൽ അവകാശികളെ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. ഇന്ന് രാത്രി നീ ഉറച്ചു പ്രാർത്ഥിച്ചോ, ചില ദൈവിക പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. യെസ് ഇന്ന് രാത്രി എത്ര പേർ സ്വീകരിക്കാൻ തയ്യാറാണ്? യെസ് ഇന്ന് രാത്രി എത്ര പേർ സ്വീകരിക്കാൻ തയ്യാറാണ്? ആമേൻ
നിരത്തി ചില അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെട്ടോണ്ടിരിക്കുക. അസാധാരണമായ ദൈവ ശക്തി വെളിപ്പെട്ടോണ്ടിരിക്കുക. ഇതുവരെ കാണാത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടോണ്ടിരിക്കുക. കേട്ടോ ജോർജ് ഓമല്ലൂർ, ദൈവദാസനെ കുറിച്ച് വലിയൊരു ഫേവർ ഉണ്ടെന്ന് പരിശുദ്ധാത്മ പറയുന്നു. നീ ഒരു വലിയൊരു ഫേവർ ഉള്ള വ്യക്തിത്വമാണ്. ആമേൻ. ദൈവത്തിന് കഴിയാത്ത പലപ്പോഴും കാര്യമുണ്ടോ എന്ന് പലപ്പോഴും നീ ചോദിക്കുന്നുണ്ട്. പക്ഷെ പരിശുദ്ധം പറയുന്നു നിന്നോട് ദൈവത്തിന്റെ ഒരു വലിയൊരു ഫേവർ ആവേ. ആമേൻ. പല ഹല്ലേലൂയ ശോധനയിൽ കൂടെ കടന്നുപോയി സ്വന്തം സഹോദര ബന്ധങ്ങൾ പോലും നിന്നെ തകർത്ത് കളഞ്ഞ് ആമേൻ നിന്റെ ഉയർച്ച പോലെ ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു എന്താണെന്ന് അറിയാമോ, നീ ഒരു യോസേപ്പാണ്. ഹല്ലേലൂയ, നീ ഒരു യോസേപ്പാണ്. പരിശുദ്ധം പറയുന്നു നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്ന വിധങ്ങൾ ഒരു വ്യത്യസ്ത തലത്തിലേക്കാണ്. പരിശുദ്ധം നിന്നെ ആ തലത്തിലേക്ക് നീക്കുവാൻ ആമേൻ ഹല്ലേലൂയ അവരോട് പറ്റിച്ചേർന്ന് നിൽക്കുവാനല്ല, നീ മാറി നിൽക്കുമ്പോൾ ദൈവാത്മ പറയുന്നു എനിക്ക് നിന്നോട് തന്നെ സംസാരിക്കാനുണ്ട്. ദൈവാത്മ ഈ ദിവസങ്ങൾ എടുത്ത തീരുമാനത്തിൽ നിന്റെ കാൽച്ചുട്ടുകൾ മുന്നോട്ട് വെച്ചോ. യഹോവ വൻകാര്യങ്ങൾ ചെയ്യുന്ന ആത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. ോട് പരിശുദ്ധം പറയുന്നു അവൻ എനിക്കറിയില്ല വാഹനമുണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല. പരിശുദ്ധം നിനക്കൊരു 4 വീലർ ഹാമേ ദൈവം നിനക്ക് ഹല്ലേലൂയ തരാൻ ആഗ്രഹിക്കുന്നു. ഉണ്ടെങ്കിലും എനിക്കറിയില്ല ആമേൻ അതിനല്ല. പക്ഷെ ദൈവം നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഒരു ദൈവിക സാന്നിധ്യം വെളിപ്പെടാൻ പോകുന്നു. ആമേൻ. അത് ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടാൻ പോകുന്നു. ആമേൻ. അത് ചിലതിനെ നീ കൊണ്ടുപോകുവേ, ചില മേഖലയ്ക്കകത്ത് ഭവനത്തിലേക്ക് കൊണ്ടുപോയി അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ ഉപയോഗപ്പെടുത്തും. വ്യത്യസ്തമായ ആമേൻ ഒരു വ്യത്യസ്ത ശുശ്രൂഷയ്ക്ക് തലത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അഭിഷേകനെ പരിശുദ്ധാത്മാ പറയുന്നു ദൈവാത്മാ പറയുന്നു ആഴത്തിലേക്കുള്ള വെളിപ്പാട്. ദൈവാത്മാ നിന്റെ ശബ്ദം പുറപ്പെടാൻ പോകുന്നു. ചില സോഷ്യൽ മീഡിയ നിന്റെ ശബ്ദം പുറപ്പെടാൻ പോകുന്നു. പരിശുദ്ധം പറഞ്ഞ അനേകർക്ക് ആശ്വാസമാകാൻ പോകുന്നു. ഇന്ന് രാത്രി പരിശുദ്ധം ഈ ഗ്രൂപ്പിനോട് ബന്ധപ്പെട്ട ആത്മാവ് വ്യക്തമായി പറയുന്നു ചില കുടുംബങ്ങളെ അവൻ ദൈവം ചില ഭവനത്തെ കെട്ടുപണികൾ അവൻ പൂർത്തീകരിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ചില ഭവനത്തിന്റെ കെട്ടുപണി പൂർത്തീകരിക്കാൻ പോകുന്നു. ആരുടെയൊക്കെ ഭവനം കെട്ടുപണിയാൻ എനിക്കറിയില്ല, പക്ഷെ പരിശുദ്ധമ്മ പണിയാൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവാത്മാ ആമൻ അതിന്റെ ക്രമീകരണത്തിലേക്ക് നീങ്ങാൻ പോകുന്നു. ഇന്ന് രാത്രി ഇതിനകത്ത് ചിലതിനെ പ്രവാചകിമാരായിട്ട് പുറത്തിറക്കാൻ പോകുന്നു. ആമൻ ഇന്ന് രാത്രി അതൊക്കെ സ്വീകരിക്കാൻ യെസ് ലോർഡ് എനിക്കൊന്ന് ആമേൻ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്. കർത്താവ് എന്നെ കുറിച്ച് എനിക്കൊരു വെളിപ്പാട് വേണം. എന്നെ കുറിച്ച് ഹല്ലേലൂയ ആമേൻ സക്കായിക്ക് തന്നെ കുറിച്ച് ഒരു വെളിപ്പാട് വെളിപ്പെട്ടപ്പോഴാണ് തനിക്കൊരു വിടുതൽ വെളിപ്പെടും. സാൽവേഷൻ വെളിപ്പെട്ട ഇല്ലേ തോമസ് കുട്ടി ആമേൻ. ദൈവാത്മ പറയുന്നു ഒരു വെളിപ്പാട് വെളിപ്പെടാൻ പോവാ കേട്ടോ. ഹല്ലേലൂയ ആമേൻ. ദൈവാത്മ പറയുന്നു പലരോട് ഹല്ലേലൂയ ചില രാജ്യങ്ങളോട് ദൂത് പറയാൻ പോവാ. ഇന്ന് രാത്രി ഏത് നിൽക്കുന്ന രാജ്യത്തിലാണ് അല്ല, പക്ഷെ പല രാജ്യങ്ങളോട് ദൂത് പറയാൻ പോകുന്നു. ചില യാത്രകൾ മുന്നിലുണ്ട്. പറയുന്നു ആമേൻ ചില യാത്രകൾ മുന്നിലുണ്ട്. ദൈവാത്മ പറയുന്നു യാത്രയ്ക്കകത്ത് സാധാരണ യാത്രയല്ല, ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഓടുവാൻ തക്കവണ്ണം ഞാൻ അഭിഷേകം ചെയ്യും. അവന്റെ കാലിന് വേഗത കൂട്ടാൻ പോകുന്നു. ഇതിനകത്ത് ശുശ്രൂഷകന്മാർക്ക് പരിശുദ്ധമ വേഗത കൂട്ടാൻ പോവുക. നിന്റെ കാലിന് വേഗത കൂട്ടാൻ പോവുക. അസാധാരണമായ വേഗതയല്ല, ഒരു ദൈവപ്രവൃത്തി വേടുമ്പോ ആമേൻ വേഗത കൂട്ടാൻ പോകട്ടെ. വിശ്രമമൊക്കെ മതി കേട്ടോ. 21 കഴിയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വേഗത കൂട്ടാൻ പോ അഭിഷക്തനെ. ആമേൻ സാധാരണ വേഗതയല്ല, ഒരു അസാധാരണമായ വേഗത. ദൈവാത്മ പറയുന്നു യാത്രകളൊക്കെ ഇന്നുള്ള യാത്രകൾ നീ കുറിച്ചു വെച്ചോ. പരിശുദ്ധം പറയുന്നു ആമേൻ ഹല്ലേലൂയ ചിന്തിക്കാത്തതുപോലെ ഒരു യാത്രകൾ തുടങ്ങാൻ പോകുന്നു. ആമേൻ ഹല്ലേലൂയ പടക് എപ്പോഴും അലഞ്ഞു നിൽക്കാനല്ല, ആമേൻ പരിശുദ്ധമ്മ പറയുന്നു ഉറപ്പിക്കാൻ പോവാ കേട്ടോ. ഉറപ്പിക്കാൻ പോവാ. ഹല്ലേലൂയ ആരാരത്ത് പർവ്വതത്തിൽ മേൽ ഉറപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തി. നോഹ ഒരിക്കലും ഓർത്തില്ല പെട്ടകം പണിയപ്പോൾ ഓർത്തില്ല പെട്ടകം ഉറപ്പിക്കുമോ എന്ന്. പെട്ടകം എവിടെ ചെന്ന് ഉറയ്ക്കുമെന്നറിയില്ല, പക്ഷെ ദൈവം പറഞ്ഞ കൽപ്പനകൾ പേര് ദൈവം പറഞ്ഞ പെട്ടകം പണിയാൻ പറഞ്ഞു. അതിന്റെ ഹല്ലേലൂയ ഒന്നുപോലും കുറയാതെ പണിതെങ്കിൽ അഭിഷക്തനെ പരിശുദ്ധ ഞാൻ പെട്ടകത്തെ ഉറപ്പിക്കും. ഹല്ലേലൂയ പണിയാൻ പറഞ്ഞത് മാത്രമേ ഉറപ്പിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഉറപ്പിക്കുന്ന ദൈവപ്രവൃത്തിക്ക് വേണ്ടി വേഗത കൂട്ടാൻ പോവാ. റീഖാമന ചുറ്റും നിൽക്കുന്ന പ്രതികൂലങ്ങൾ ഹല്ലേലൂയ കാറ്റുകളൊക്കെയും കടന്നു വരുമെങ്കിൽ ദൈവാത്മാ പറഞ്ഞു ഞാൻ ഒരു കൂട്ടത്തെ വേർതിരിച്ചിട്ടുണ്ട്. അവൻ അഭിഷക്തനെ കൂട്ടത്തെ വേർതിരിച്ചിട്ടുണ്ട്. അവൻ ഇപ്പോൾ നിൽക്കുന്ന പ്രാർത്ഥന ആലയത്തിൽ പോലും വിരോധമുണ്ട്. സൂമിന് വേണ്ടി സൂം മീറ്റിങ്ങിന് പോലും വിരോധമുണ്ട്. പക്ഷെ പരിശുദ്ധമ്മ പറഞ്ഞ അതിനെ ഒന്ന് വകവെക്കാതെ വേണം, അതിനെ ഒന്ന് ശ്രദ്ധിക്കാതെ വേണം. ഇന്ന് രാത്രി നീ ഉറപ്പിക്കാൻ തയ്യാറാണോ? പരിശുദ്ധ ഞാനാണ് ഉറപ്പിച്ച ദൈവം. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അതിനുവേണ്ടി ആമേൻ എന്റെ സഭയിൽ ഞാൻ പണിയും. ആമേൻ പാതാള ഗോപുരങ്ങൾ എത്ര ഉയർന്നു വന്നാലും അതിന്മേൽ നീ ഭയപ്പെട്ടു പോകണ്ട. ഞാൻ പണിയുന്നവൻ നിന്റെ കൂടെ ഉണ്ടെന്ന് അഭിഷക്തൻ ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക. ദൈവ പറഞ്ഞു ചില ക്രമീകരണം നടത്താൻ പോകുന്നു. ആമേൻ പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ അയക്കുന്ന വാഹനത്തിന് വിശാലത തരുന്ന ആമേൻ, ആമേൻ. ഇപ്പോൾ അയക്കുന്ന വാഹനമൊക്കെ കയ്യിലിരിക്കും, പക്ഷെ ഉയർന്ന ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങിക്കൊള്ളാൻ ആത്മാവ് പറയുന്നു. ഒരു മിഷൻ യാത്രയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണത്തിലേക്ക് ദൈവം ഹല്ലേലൂയ ആമേൻ ചില ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ഇന്ന് രാത്രി എത്ര പേർ സ്വീകരിക്കുന്നു? യെസ് ലോർഡ്, ഐ വാണ്ട് ടു റിസീവ് ഓൾ ദി മൈ ആമേൻ, ആമേൻ, ആമേൻ prophecies. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര റിസീവ് ചെയ്യാൻ? യെസ്, എബി ചെറിയാൻ ഒന്ന് വിശ്വസിച്ചേ. നാളുകളായി കേട്ട ദൂതിനകത്ത് ഹല്ലേലൂയ വിശ്വസിച്ചിരിക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഇന്ന് രാത്രി നീ ചലിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. വേദി കണ്ടോണ്ട് ആരോടും ദൂത് പറഞ്ഞിട്ടില്ല, വേദി കാണാതാണ് ദൂത് പറഞ്ഞത്. ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെയൊക്കെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ പുസ്തകം വായിക്കാൻ മുന്നിൽ കൊണ്ട് നിർത്തുമ്പോൾ ഒട്ടുമടിക്കുമായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ഒരിക്കലും ഇഷ്ടമല്ലാത്ത മേഖലയ്ക്കകത്ത് ടീച്ചിങ് ഫീൽഡിലേക്ക് വന്നു. പക്ഷെ ഹല്ലേലൂയ ആമേൻ, ഞാൻ ഇന്ന് ഹല്ലേലൂയ ആമേൻ, ഞാൻ കേരളത്തിൽ കടന്നു വന്നപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു സെമിനാരിക്ക് വേണ്ടി എന്നെ ആമേൻ പാസ്റ്റർ സെമിനാരിക്ക് വേണ്ടി എന്നെ ഗസ്റ്റ് സ്പീക്കറായിട്ട് എന്നെ കൊണ്ടുപോയപ്പോൾ ഞാൻ എന്റെ കൂട്ടുകാരിയോട്, എന്റെ കൂട്ടുകാരി മുഖാന്തരമാണ് ഞാൻ അവരോട് പറഞ്ഞു, ഖാലി ഇന്ന് ഇത്രയെങ്കിലും മലയാളം പറയുന്നതിനായി സ്തോത്രം. ഖാലി നിങ്ങൾക്ക് സ്തോത്രം വരത്തില്ലെങ്കിലും എനിക്ക് സ്തോത്രം വന്നേ പറ്റത്തുള്ളൂ. കാരണം അതേപോലെ ഞാൻ പോയൊരു കാലഘട്ടമാണ്. അവിടെ ചെന്നപ്പോൾ ഞാൻ എല്ലാ ദൈവദാസന്മാരെ ഇങ്ങനെ നോക്കിയപ്പോൾ അവര് ഓർത്ത് കാണാൻ ഈ ആളാണോ? കാരണം ഇന്നേക്കും 10 വർഷത്തിന് മുന്നേ ഉള്ള കാര്യമാണ്. ആമൻ. പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ, ദൈവം ഹല്ലേലൂയ ദൈവത്തിന്റെ വിധങ്ങളെ ഓർക്കാണ് ഞാൻ പറയുന്നത്, ഇന്നും ദൈവത്തെ സ്തുതിക്കുന്നത്. ഞാൻ അപ്പോൾ പറഞ്ഞു, എവിടെയെങ്കിലും ഞാൻ ബ്ലോക്കായി നിൽക്കും, നിങ്ങൾ ഒരു പാട്ട് പാടിക്കോണം, ഞാനും പാട്ട് പാടിക്കോളാം. ഹല്ലേലൂയ. അപ്പൊ തന്നെ ഒരു സമാധാനം. പക്ഷേ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ ആമേൻ, അന്നത്തെ ഒരു ദൈവ സാന്നിധ്യം ആമേൻ ഹല്ലേലൂയ അസാധാരണമായിരുന്നു. ആമേൻ. ദൈവത്തോട് ഞാൻ പലപ്പോഴും പറയും, കർത്താവേ ആമേൻ എന്റെ നാവുകളെ ദൈവ കരച്ചിലേൽപ്പി. വിക്കനാണെന്നൊക്കെ പറഞ്ഞ് മോശ പറഞ്ഞതുപോലെ ഞാനും ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. എപ്പോഴും ഈ ലിസ്റ്റ് കൊടുത്തിട്ടാണ് ഇറങ്ങുന്നത്. കാരണം ലിസ്റ്റിൽ മേൽ ഹല്ലേലൂയ ദൈവപ്രവൃത്തി ഉണ്ടെന്ന്. ഇന്ന് രാത്രി എത്ര പേര് ലിസ്റ്റ് കൊടുക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി ആ ലിസ്റ്റിനെ കീറിക്കളഞ്ഞ് എന്റെ മഹത്തമായ ലിസ്റ്റ് വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ ആമേൻ. ഇന്ന് രാത്രി ദൈവപ്രവൃത്തി സുജാനി ആമേൻ പരിശുദ്ധം പറയുന്നു, നീ ഏൽപ്പിച്ചു കൊടുക്കുന്ന എപ്പോഴും ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവളായിട്ട് ഇരിക്കാനല്ല, ഇന്ന് രാത്രി നീ പ്രാപിച്ചിട്ടേ പോകാവുള്ളൂ. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് തീർന്നാലും നിന്റെ ജീവിതത്തിൽ മേൽ അത് പ്രാപിക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവം ആമേൻ സഹായിക്കാൻ പോകുന്നത് പരിശുദ്ധം പറയുന്നു. ഇതിനകത്തൊരു ദൈവ സാന്നിധ്യം എത്ര പേർ ആരാധിക്കാൻ തയ്യാറാണ്? ഇന്ന് രാത്രി ആരും മൗനമായി ഇരിക്കല്ലേ. ഇന്ന് രാത്രി ചില ദേശത്തിൽ മേൽ അവകാശപ്പെടാൻ പോകുന്നു. അധികാരം, നിന്റെ അധികാരം പുറപ്പെടാൻ പോകുന്നു. ചില രാജ്യങ്ങളിൽ പുറപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി എത്ര പേർ ഹല്ലേലൂയ നിന്റെ വിഷയത്തിൽ മേൽ നീ ഇവിടെ സ്തോത്രം പറയുമ്പോൾ ദൂരത്തിൽ കടന്നില്ല അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വേഗതയിൽ ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ? യേശുവിനെ പ്രാർത്ഥിക്കുക. ആമേൻ. ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, റബാല ഹദരഗദന. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ സ്വീകരിക്കാൻ തയ്യാറാണ്? ഇന്ന് രാത്രി എത്ര പേർ സ്വീകരിക്കാൻ തയ്യാറാണ്? ആമേൻ. ഹല്ലേലൂയ. പലപ്പോഴും ഒക്കെ പറയും ഹല്ലേലൂയ, പലരും ഞാൻ എഴുതി വെച്ചിട്ട് വായിക്കും. ഹാലലൂയ അല്ല വായിക്കാന്, നീ ആമേൻ ഹബക്കുക്കിനെ പോലെ വായിച്ചു ഓടിച്ചിട്ട് വായിക്കുക. അത് വരുന്ന ശയം അത്ര പേര് വിശ്വസിക്കുന്ന ദീപ്തി ആക്കിൽ നിന്റെ ഭവന ആമേൻ ദൈവത്തിന്റെ ക്രമീകരണം ചെയ്യാൻ പോവാ കേട്ടോ. നിന്റെ ഭവനത്തിൽ വലിയ ദൈവ സാന്നിധ്യം ഇറങ്ങാൻ പോവാ. അസാധാരണമായ ദൈവ സാന്നിധ്യം ഇറങ്ങുക. ഏത് പഞ്ചായത്ത്, ഏത് ഹാലലൂയ ആരൊക്കെ മുടക്കിയാലും നീ ഭാരപ്പെട്ടു പോകേണ്ട ദാസിയെ, ദൈവം നിന്റെ ഭവനത്തെ പണിയുന്ന രാത്രിയാണ്. രാത്രി എത്ര പേരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു? ഞാനൊന്ന് പറയാൻ ഹല്ലേലൂയ വചനം പറയുന്നത് പോലെ ആമേൻ പുരുഷാരം മുഖാന്തരം എനിക്ക് വിടുതൽ കിട്ടിയില്ലെന്ന് ആരും ഇതിനകത്ത് പറയല്ലേ. ഹല്ലേലൂയ. എന്നോട് ഇടപെട്ട ദൈവവചനം ഞാനൊന്ന് വിശ്വസിക്കുന്നു. എന്റെ ദൈവം ഇന്ന് രാത്രി എനിക്ക് വിടുതൽ തന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരും ഇതിനകത്ത് ആമേൻ ഹല്ലേലൂയ വരും ദിവസങ്ങൾ നിങ്ങൾ ഇങ്ങനൊരു ദൂത് പറയും. ഹല്ലേലൂയ. യെസ് വത്സമജം പറയാ, ഞാൻ വെറുതെ ഇരുന്നതല്ല, എന്റെ ദൈവം എന്നിലുള്ള മഹത്വം വെളിപ്പെടുത്താൻ ദൈവം കൃപ തന്നു. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? യെസ് ലൈവിൽ ശ്രമിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും ആമേൻ ദൈവ ജനമേ, നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി ചില കെട്ടപ്പെട്ട ജീവിതത്തെ ദൈവം പണിയാൻ പോകുന്നു. ഹല്ലേലൂയ. ആമേൻ തകർന്നു കിടക്കുന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് രാത്രി പണിയുന്ന രാത്രിയാണ്.
ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? യെസ് ലോർഡ്, ഹല്ലേലൂയ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, എനിക്ക് വേണ്ടി പണിയുന്ന ഒരു രാത്രിയാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ സാധാരണ അല്ല, അവൻ വെറുതെ വന്ന് നിൽക്കുന്നല്ല. നിന്റെ ഡിവൈസിനകത്ത് നിന്റെ മുഖം കാണുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്നിൽ മേൽ വിടുതൽ വെളിപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ആരും വെറും കൈയോട് പോയിട്ടില്ല. ഇന്ന് രാത്രി എത്ര പേർ സ്വീകരിക്കാൻ തയ്യാറാണ്? സാറാം അബ്രഹാം ഒന്ന് സ്വീകരിച്ച്, യെസ്, ഇന്ന് രാത്രി ഒന്ന് സ്വീകരിച്ച്, ആമേൻ, യെസ്, ഫാത്തിമ ഒന്ന് സ്വീകരിച്ച്. ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു വ്യത്യസ്തമായ ഒരു ദൈവപ്രവൃത്തി, ദൈവാത്മാ പറയുന്നു, ആമേൻ, ഒരു കൂട്ടത്തെ നയിക്കുന്ന ഒരു അഭിഷേകം ഞാൻ നിന്നിൽ പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്നെ ഞാൻ മോശെ കണ്ടതുപോലെ ആമേൻ ആമേൻ തീച്ചൂളെ കൂടെ ആമേൻ നിന്നെ മുക്കിക്കൊള്ളുവാനും നിന്നെ പലവട്ട മരണത്തിന്റെ ഭീഷണി നിന്റെ മുന്നിൽ വന്നതെങ്കിൽ എന്റെ ദൈവം നിന്നെ വിടുവിച്ച കരമാണെന്ന് ഇന്ന് രാത്രി ആത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, നിലവിളിക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ മധ്യയിൽ ഞാൻ നിന്നെ അയക്കുമെന്ന് ആത്മാവ് പറയുന്നു. സമയാകുമ്പോൾ നീ ഒരുക്കമായിക്കിരിക്കോ. ഹല്ലേലൂയ. ചിലതൊക്കെ നിന്നോട് ഇടപെടുമെന്ന് പരിശുദ്ധം പറയുന്നു. ഇടപെടുമ്പോൾ ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ആമേൻ നീ അതിനു വേണ്ടി പ്രാർത്ഥിച്ചോ. ആമേൻ നീ സ്തോത്രം എന്ന യാഗം നിന്റെ മുന്നിൽ നിർത്തിവെക്കാൻ തയ്യാറാണ്. ആമേൻ നിന്റെ മുന്നിൽ നിർത്തിവെക്കാൻ തയ്യാറാണെങ്കിൽ ദൈവാത്മാവ് പറഞ്ഞു, ഞാൻ അക്കമിട്ട് മറുപടി തന്ന് എന്റെ ദൈവം മഹത്വത്തിലേക്ക് ആമേൻ ഉപയോഗപ്പെടുത്തും. ആത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. ആമേൻ എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി എന്റെ ഭവനത്തിൽ മേൽ ആമേൻ ഒരു സാൽവേഷൻ വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി എന്റെ ജീവിതത്തിൽ മേൽ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. ഹല്ലേലൂയ. ഞാൻ ഇറങ്ങി വന്നു, എന്റെ ദൈവം എന്നെ കണ്ടു. ഹല്ലേലൂയ. എന്റെ ദൈവം ഹല്ലേലൂയ അത്തിയുടെ മേലിൽ ഇരുന്നപ്പോഴും എന്നെ കണ്ടു. ആമേൻ. ആ ദേശത്തിൽ വന്നപ്പോഴും എന്നെ കണ്ടു. എന്റെ ചലനങ്ങളെ കണ്ട ദൈവം ഇന്ന് രാത്രി നമ്മെ തന്നെ ഒന്ന് താഴ്ചയേൽപ്പിക്കാൻ തയ്യാറാണോ? യെസ് ലോർഡ്, ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ചയേൽപ്പിക്കുക. ഈ വചനത്താൽ ഏവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന 2024 നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിലും എന്റെയും ജീവിതത്തിൽ വിടുതലാകട്ടെ. കടന്നത് എന്നെ ശ്രവിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കും എനിക്ക് സമയങ്ങൾ തന്നെ കർത്തന്റെ ദാസൻ ആമേൻ ആമേൻ എനിക്ക് തന്ന സമയത്തിനുള്ളിൽ തന്നെ ഇരിക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ ഹല്ലേലൂയ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത്, ന്യൂ ഹോപ്പ് ഇൻ ക്രൈസ്റ്റ് ഇന്റർനാഷണൽ മിനിസ്ട്രി ആമേൻ ഹല്ലേലൂയ നടക്കുന്ന മീറ്റിംഗിനെയൊക്കെ ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിച്ചുകൊള്ളുന്നു. ദൈവം എല്ലാവരെയും ഏവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മാറാനാഥ. പ്രൈസ് ദ ലോർഡ്. കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞേ. അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ 5ാമത്തെ വൈകിയ വേളയിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ശക്തമായി ഇടപെട്ടു. വ്യക്തിപരമാകുന്ന ദൈവീയമാകുന്ന ശബ്ദത്തെ ഇന്ന് രാത്രി നമ്മളോട് അറിയിച്ചു. ദൈവശബ്ദം കേട്ട് നാം തീരുമാനമെടുത്തു പോകുവാനല്ല, അതിൻ്റെ അകത്ത് ഉറച്ചു നിന്നുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവീയമാകുന്ന വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുത്തുകൊണ്ട് കഴിഞ്ഞ 11 മാസം നാം കേട്ട ദൈവശബ്ദങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ ഉത്സാഹത്തോടെ പ്രാർത്ഥനയോടെ മുഴങ്കാൽ മടക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് വലിയ ദൈവ പ്രവൃത്തികളെ നമ്മുടെ നടുവിൽ ചെയ്യും. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടും. നാളെ ആമേശ്വരം വൈകുന്നേരം കർത്താവിൻ്റെ ദാസൻ അജൂഡി വർഗീസ് കാനഡയിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കും. ഇന്ന് രാത്രി ഐശ്വര്യമായി നമ്മുടെ നടുവിൽ വചനത്തെ ശുശ്രൂഷ കർത്താവിൻ്റെ ദാസിയുള്ള പ്രത്യേകമാകുന്ന നന്ദിയെയും വന്ദനത്തെയും അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കട്ടെ. സ്കൂൾ വിടുമ്പോൾ പണ്ട് പിള്ളേർ ആദ്യം ബാഗ് എടുത്ത് ഓടുന്നത് പോലെ സൂം മീറ്റിംഗ് തീരുന്നതിൻ്റെ പ്രസംഗം തീരുന്നതിൻ്റെ ആശീർവാദം തീരുന്നതിൻ്റെ പലരും ഇറങ്ങി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നാളൊരു ചർച്ചിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, കർത്താവിൻ്റെ ദാസനെ ഇന്ന സമയത്ത് മീറ്റിംഗ് നിർത്തണം. അദ്ദേഹം പറഞ്ഞു, മീറ്റിംഗ് ആ സമയത്ത് നിർത്താൻ പറ്റത്തില്ല, അച്ചായന് കുഴപ്പമില്ല, ആ സമയത്ത് അച്ചായൻ പൊക്കും. ആശീർവാദം കേൾക്കാതെ എങ്ങനെയാണ് പോകുന്നത്? അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു, ഇടയ്ക്ക് അങ്ങ് ആശീർവാദം വെച്ചാൽ ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ചായൻ പാസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, കുഴപ്പമില്ല, അച്ചായൻ്റെ ഫോണിലേക്ക് ഞാൻ എന്ത് ചെയ്തേക്കാം, വാട്സപ്പിലേക്ക്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രതീക്ഷയോടെ തീരുമാനത്തോടെ നാം ദൈവസന്നിധിയിലായിരിക്കുകയായിരുന്നല്ലോ. കർത്താവ് വലിയ അത്ഭുതങ്ങളെ ചെയ്യട്ടെ. ഇന്ന് രാത്രികാലം മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗ് നമുക്ക് പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യാം. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ച് നാം എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ നാളെ നടക്കുന്ന മീറ്റിങ്ങും വലിയൊരു അനുഗ്രഹമായി വിടുതലായി ആശ്വാസമായി തീരട്ടെ.
വലിയ ദൈവപ്രവർത്തികൾക്ക് കാരണമായി തീരട്ടെ. ആമേൻ. ശുശ്രൂഷ കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൺലൈനിൽ കൂടി വാച്ച് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ആശീർവദിക്കട്ടെ. നാം എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി സ്വതന്ത്രം സാറാമ, ഡേവിഡ്, അതോടൊപ്പം തന്നെ ജെസ്സി ആൻഡ് അമ്മച്ചി പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ ദാസൻ തോമസ് ഊട്ടി അങ്കിളുണ്ടല്ലോ, കർത്താവിൻ്റെ ദാസൻ ആശീർവാദം പറയുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിമനോഹരമായ ദിവസത്തിന്റെ കർത്താവെ, അവിടെ ഇന്ത്യയിൽ സന്ധ്യാവേളയിലൂടെ കർത്താവെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. അവിടുന്ന് കർത്താവെ, ഹല്ലേലൂയ, ദാസിലൂടെ കൃത്യമായി സംസാരിച്ചു. ഹല്ലേലൂയ. അനേകർക്ക് ആശ്വാസമായി തീർന്നു, അനേകർക്ക് ഉത്തേജനമായി തീർന്നു, അനേകർക്ക് കർത്താവിന്റെ നാമം വെളിപ്പെടുത്തി അങ്ങ് ചെയ്യാൻ പോകുന്ന ദിവ്യപ്രവൃത്തികളെ വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. മറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്തി അത് കർത്താവ് അഗോചരമായ കാര്യങ്ങളെ കർത്താവെ അലലി നിരത്തി വെച്ചല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. ശത്രുവാവിനെ ഇല്ലാതാക്കുവാൻ, മുടിക്കുവാൻ, നശിപ്പിക്കാൻ നോക്കിയപ്പോൾ അതിന്റെ മധ്യത്തിൽ കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവെ ഹല്ലേലൂയ, കർത്താവെ ഹല്ലേലൂയ ഒന്ന് ഉത്തേജനം നൽകിയല്ലോ കർത്താവ്. അവർക്ക് കർത്താവെ അനുഗ്രഹങ്ങളെ പകർന്നല്ലോ കർത്താവ്. ആരെയും കൈവിടാത്ത ദൈവം, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ബലം നൽകുന്ന ദൈവം അവിടുന്ന് ആകിയാൽ സ്തുതിക്കുന്ന സ്തോത്രം. പാസ്റ്റർ അനിബേബി കർത്താവ് പാസ്റ്ററിന്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കർത്താവ് ഹല്ലേലൂയ. ഫിഫ്തിലെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഈ മാസത്തിലായിരിക്കുമ്പോൾ തന്നെ കർത്താവ് വിവിധമായ ശുശ്രൂഷകള് കർത്താവെ അകത്തും പുറത്തും ചെയ്തെടുക്കുന്നുണ്ട്. കർത്താവെ വാഗമണിന്റെ പ്രദേശത്തും കൊല്ലത്തും കർത്താവെ മറ്റിടങ്ങളിലും ചെയ്യുമ്പോൾ ദൈവമേ അവിടുന്ന് അനുഗ്രഹമാക്കി തീർക്കണമേ. ഇത് കർത്താവെ ആളി വിശാലമായി ഒരു വിത്ത് കർത്താവെ എത്രമാത്രം കർത്താവെ അത് നിലത്തിട്ട് കുഴിച്ചാല് അത് കർത്താവെ പടരുമോ, അത് കർത്താവ് വൃക്ഷമായി തീരുമോ, പിന്നെ അതിന്റെ ഫലങ്ങൾ കായ്ക്കുമോ. അതുപോലെ തന്നെ കർത്താവെ നിന്റെ മകന്റെ ജീവിതത്തിലും ആ ശുശ്രൂഷയിലും ആ ചർച്ചിന്റെ ആളിലെ അനുഗ്രഹത്തിലും കർത്താവെ അത് വിശാലമായി തീരും കർത്താവെ. ആളിലെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പാടിയ റിനിമോൾക്കായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും കർത്താവെ പ്രാർത്ഥിച്ചവര് ദൈവദാസന അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചല്ലോ, അവരെല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ. ദൈവ സാന്നിധ്യം ഇവിടെ ഓരോ കർത്താവിന്റെ ദാസന്മാർ കടന്നു വന്ന് അവർക്ക് എല്ലാവർക്കും ശുശ്രൂഷകളുണ്ട്. അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാർക്കുണ്ട് കർത്താവ്. അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷ വലുതാണ് കർത്താവ്. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥനയാതിനെ കേട്ടതിനായി സ്തോത്രം. അഭിഷേകത്തോടെ അനുഗ്രഹത്തോടെ എല്ലാവർക്കും കടന്നു വരടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയും അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടാൽ എല്ലാ ദൈവമക്കൾക്കും കരങ്ങൾ ദൈവത്തെ സ്തുതിക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവേശുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മെല്ലാവരോട് കൂടെയും വിശേഷാൽ വചന ശുശ്രൂഷ നിർവഹിച്ച അഭിഷക്ത കർത്തൃദാസി സിസ്റ്റർ സുലു ശങ്കറിനോടും കുടുംബത്തോടുകൂടെയും പശനി ബേബിയോടും കുടുംബത്തോടും കൂടെയും കർത്താവായ യേശുക്രിസ്തു രണ്ടാമത്തെ വരവരെയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഇന്നും നമുക്ക് ജയം തന്ന ദൈവത്തിന് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. പ്രൈസ് ദി ലോർഡ്.